അബ്സർവക നോവലിലേക്കുള്ളൊരു തുടക്കം അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു സഞ്ചാരം അത് എങ്ങനെയായിരുന്നു? ഒരു ആശയത്തിനെ കൊണ്ട് കെട്ടാനായിട്ടുള്ള ഒരു സംഗതിയാണ് എല്ലാ റൈറ്റേഴ്സും എല്ലാ കാലത്തും. ഇതൊരു ആകാശം പോലെയാണിത്. ആരെങ്കിലും ഇതിനെ പിടിച്ച് കെട്ടിയേ പറ്റത്തുള്ളൂ. ഇത് എയുടെ സൃഷ്ടിയല്ല, ഇത് മനുഷ്യ സൃഷ്ടിയാണെന്ന് മനുഷ്യ വൈകാരികതകളുടെ വെച്ചിട്ട് അയാൾ അതേസമയം കാര്യമായി അയാൾ പണിയെടുത്തിട്ടും ഉണ്ട്. ഇതിൻ്റെ നോവൽക്ക് ഭയങ്കരമാണ്. ഈ സബ്ജക്റ്റ് ഇയാൾക്ക് അല്ലെങ്കിൽ ഈ ബേസിക് കണ്ടന്റ് ഇയാൾ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു എന്ന് തോന്നുന്ന സ്ഥലത്താണ് റൈറ്ററിനോട് ഇയാൾക്ക് തോന്നുന്ന ഒരു പ്രതിപത്തി അല്ലെങ്കിൽ അയാളോട് തോന്നുന്ന ഒരു ശതമാനമെങ്കിലും ഉള്ളൊരു ബഹുമാനം. അല്ലാതെ വരത്തില്ല. കാര്യം ഇയാളെക്കാൾ വായിച്ച ആളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ആളാണ് അത് അപ്പുറത്തിരിക്കുന്നത്. അറിയാം ഈ നോവലിസ്റ്റിന്. കാര്യം എന്താ, ഈ നോവലിസ്റ്റ് ഇതിനു വേണ്ടി റിസർച്ച് ഇതിനുവേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ആളിരുന്ന് വായിക്കുക. അയാളെക്കാൾ വായിച്ച ശേഷിയുള്ള ആളാണ് പല സമയത്തും വായനക്കാരൻ. അപ്പം അത് എപ്പോഴും നമ്മുടെ ബോധ്യത്തിൽ നമുക്ക് വേണം. എൻ്റെ രസം പങ്കുവയ്ക്കാനായി വരുന്നത് കുറച്ചുകൂടെ ഉണ്ടായത് മതി. പക്ഷെ അവർ ജെനുവിൻ റീഡേഴ്സാണ്. എനിക്ക് ഉള്ള ഒരുപടി റീഡേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് കുറച്ച് പേരുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ രസത്തിനെ പിൻപറ്റാനായിട്ട് വന്നിട്ടുള്ളവരാണ്. അത് ഇഷ്ടപ്പെടാത്തവർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. അവർക്ക് ഉപേക്ഷിച്ച് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ. അപ്പോൾ അതില്ലാതെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് വന്ന് വായനയിലേക്ക് കടത്തേണ്ടതായ സംഗതികൾ ഇല്ല എന്നുള്ള പക്ഷത്തുനിന്ന് വരുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ എന്നെ പ്രതിയാണ് പ്രധാനമായിട്ടും എഴുതുന്നത്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ പരിസരവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിയലിസ്റ്റിക്കായ രീതിയിൽ എങ്ങനെ ഒരു അപസർപ്പക കഥ പറയാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്ക് തന്നെ അറിയാം ആരാണ് കുറ്റം ചെയ്തതെന്നും കള്ളനാരെന്നും എല്ലാം നമുക്കറിയാവുന്നിരിക്കെ നമ്മളിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് നമ്മളുടെ ഒരു അതിൻ്റെ ഒരു വിചിത്രമായ അല്ലെങ്കിൽ ഏറ്റവും ദുരന്ത കഥാപാത്രങ്ങളാണ് ഈ അപസർപ്പക എഴുത്തുകാരൻ പോയത്. ആദ്യമേ അറിയാം ഇതാരാണ് ഈ പരിപാടി ചെയ്തതെന്നുള്ളത്. എന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇത് ചെയ്യുന്ന വളരെ മനസാക്ഷി കുത്തില്ലാത്ത ഒരു ബുദ്ധി നേർരേഖകളോടാത്ത കുറേ മനുഷ്യരാണല്ലോ. സാധാരണ നടന്ന ഒരു സംഭവത്തിനെ ഒരു കൃതിയാക്കി മാറ്റുമ്പം അതെങ്ങനെയാണ് ഇത്ര സിനിമാറ്റിക് ആക്കി മാറ്റുന്നത്? ഞാൻ സിനിമ വളരെ കുറച്ച് കാണുന്ന, സിനിമ എൻ്റെ പാഷനേ അല്ലാത്ത ഒരാളാണ്. ബീയിങ് ഒറിജിനലായിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മളുടെ ശ്രദ്ധ. ആ ഇമോഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് ഒരു പുതിയ വഴിയിലൂടെ ആയിരിക്കും. പുതുമ എന്ന് നമ്മൾ പറയുന്നതാ. ബാക്കി ഇമോഷനും മറ്റു സംഗതികളെല്ലാം ലോകത്തെല്ലാം ഒരേ കണക്ക് ഇതൊക്കെയാണ്. പക്ഷെ കൊണ്ടുപോകുന്ന വഴി വ്യത്യാസമുള്ളതായിരിക്കണം. അത് ജെനുവിനായിരിക്കണം. അതെന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊരു സംഗതിയല്ല. അതിലൊരു ലൈഫ് എവിടെയോ കിടക്കുന്നുണ്ട്. അന്ന് സത്യം പറഞ്ഞ വീട്ടിൽ ഈ ഡിക്റ്റേറ്റീവ് സാധനങ്ങളൊന്നും വായിക്കാൻ സമ്മതിക്കില്ല. അവർ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു, പക്ഷെ ഡിക്റ്റേറ്റീവ് നോവലുകൾ ഒന്നും വായിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ അതേ അച്ഛനാണ് ഇന്ദുഗോപന്റെ ഈ പ്രേത വീടുകളിൽ ഒരു രാത്രി വായിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് വായിച്ചിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണ് ഞാൻ ഇന്ദുഗോപൻ എന്ന് പറയുന്ന എഴുത്തുകാരനിലേക്ക് വരുന്നത്. അതിലെനിക്ക് എന്തായാലും ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ, പ്രേതങ്ങളൊരു വായനക്കാരിയെ മലയാളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. സാറൻകുട്ടിയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ജഡ്ജ്മെൻറ്റ് എല്ലാം ശരിയാവണമെന്നൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില സാധനങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള എനിക്കും കൂടെ ഉള്ളൊരു ചാൻസായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് കൂട്ടിയാൽ മതി. ഈ അപസർപ്പക കഥാപാത്രങ്ങളിലേക്ക് കഥകളിലേക്ക് വരാണെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? ഒരു കുറ്റകൃത്യമാണോ, അതോ ഒരു പ്രവാഹന പോലെ ഒരു സവിശേഷത, ഒരു മനുഷ്യനാണോ, ഒരു കഥാപാത്രമാണോ? കുറ്റകൃത്യമാണോ, കഥാപാത്രമാണോ അതിലുണ്ടാവും? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അപസർപ്പക രീതികൾ എന്ന് പറയുന്നത് എന്തുവാ? ആദ്യം നമ്മളൊരു ഇയാളെ സൃഷ്ടിക്കും, ആരെയാ അന്വേഷകനെ സൃഷ്ടിക്കും. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഇതൊക്കെ കൊടുക്കുന്നു. അയാൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്വേഷിച്ച് പോകുന്നു. അങ്ങനെ അയാൾ നിന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഇയാളുടെ ഭാവപ്രകടനങ്ങളും ഇയാളുടെ ഹീറോയിസും സാധനങ്ങളും എന്നൊക്കെ മട്ടിലായിരുന്നു ഇത് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ അനുവാചകർ ഉണ്ടാവുകയും അതിനൊപ്പം തന്നെ അനുകർത്താക്കൾ ഉണ്ടാവുകയും ഏറ്റവും അധികം ഫേക്കായിട്ടുള്ള സംഗതികൾ ഉണ്ടാവുകയും ഏറ്റവും അധികം വായനക്കാർക്ക് നിരാശ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓണർ എന്ന് പറയുന്നതാണ് ഈ അപസർപ്പക ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു 10 എണ്ണം വായിച്ചു കഴിഞ്ഞാലും 8 എണ്ണത്തിലും നിങ്ങളുടെ യുക്തിബോധത്തിൻ്റെ ഒക്കെയും വളരെ താഴെയാണ് ഈ റൈറ്റർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റൈറ്റർ ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായ
അവജ്ഞ എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഓണറാണ്. അപ്പം ഞാനതിനെ ഒരിക്കലും ഞാനൊരു അപസർപ്പക റൈറ്റർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അത്തരം ഒരു എന്നുള്ള രീതിയിലൊന്നും ഇതുവരെയാവട്ടെ ഇനിമേലാകട്ടെ അങ്ങനെ ഒരു ടാഗ് ഉണ്ടാക്കി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നൊരു സാധനം വെച്ചാൽ ലോകത്തിൽ ഇപ്പം കണ്ടുവരുന്നൊരു ക്രമവും അങ്ങനെയാണ്. നിങ്ങളുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ പരിസരവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിയലിസ്റ്റിക്കായ രീതിയിൽ എങ്ങനെ ഒരു അപസർപ്പക കഥ പറയാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് 2 ഉദാഹരണം പറയാം. ഞാൻ ഈ ക്രൈം ഒരു അന്തർധാരയായിട്ടെൻ്റെ കഥകളിൽ വരുന്നുണ്ട്. കാര്യം എൻ്റെ ഒരു ധാർമ്മിക വശമാണ് സത്യത്തിൽ. ഉദാഹരണത്തിന് 2 കാര്യം പറയാം. ഒന്ന്, ഞാൻ എഴുതിയ സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു നോവൽ ഒരു എസ്ഐയുടെ വധത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. പക്ഷെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് പോലും ഇത്രയും പുരോഗമനപരമാണ് കേരളമെന്ന് പറയും പോലും ഇപ്പോഴും നമ്മുടെ ശമ്പള കമ്മീഷൻ സാധനങ്ങളിലും എല്ലാത്തിലും ഉള്ള ഒരു പോസ്റ്റിൻ്റെ പേരാണ് സ്കാവഞ്ചർ. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൃത്തിയാക്കൽക്കാരൻ എന്നൊന്നും ആരും നമ്മൾ പറയത്തില്ല. നമ്മൾ എന്ത് പറയും? തോട്ടി എന്നേ പറയത്തുള്ളൂ. അവർക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാം ഉണ്ട്. പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറയുന്ന സാധനങ്ങളെ മാറ്റി സിവിൽ പോലീസ് ഓഫീസർ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആക്കുമ്പോൾ പോലും ഇതിലേക്ക് എന്തുകൊണ്ട് പിന്നെ നമ്മളിത് മാറ്റാനായിട്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്തരത്തിലുള്ള ചില ശ്രേണികളിലുള്ള ഇത് വേണം എന്ന് ഈ ഉപരിവർഗത്തിലുള്ള ചില ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് പോലീസിലാണെങ്കിൽ ഈ ക്യാമ്പ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഈ കാലഹരണപ്പെട്ട ഒബ്സലീറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ പിന്നെ ടിൻ മേക്കർ, ടിന്നൊക്കെ ഇതായിട്ട് പോയി ഇത് വരിയുന്ന ആൾ ഏതാ, മറ്റേ കട്ടിൽ വരിയുന്ന ആൾ ഏതാ, ഇതിൻ്റെ അകത്ത് കട്ടിൽ കോബ്ലർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തസ്തികകൾ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ ക്യാമ്പ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള അടിമപ്പണികളാണ്. അപ്പോൾ ഈ അടിമപ്പണി എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിനെതിരായിട്ട് നമ്മൾ ഒരു സംഗതി ഞാൻ എഴുതുക എന്ന് പറയുന്നത് അടിമപ്പണിക്കെതിരെ സാധനം എഴുതുക എന്നുള്ളതല്ല. ഈ മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു വികാരത്തിലാണ് നമ്മൾ സ്കാവഞ്ചർ എന്ന് പറഞ്ഞ് എഴുതുന്നത്. ബാക്കി നമ്മൾ അതിനുള്ള പ്ലോട്ട് നമ്മൾ കണ്ടെത്തുന്നു. അപ്പം നോക്കിയപ്പോൾ നമ്മൾ മ്യൂസിയം, പോലീസ് സ്റ്റേഷനും ഒരു സൂ അടുത്തടുത്താണ്. കേരളത്തിൽ ഇതുപോലെ ഒരു തള്ളൊരു സാധനം. അപ്പം നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിനെ നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് അതിനുള്ളൊരു പ്ലോട്ട് എന്ന് പറയുന്ന സംഗതി യൂസ് ചെയ്യണം. ഇനി ഞാനീ പറഞ്ഞ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രപ്രസ്താവന മാത്രമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സാധനം ഇതിനെ എങ്ങനെ ഒരു റീഡബിൾ മെറ്റീരിയൽ ആക്കിയിട്ട് ഇതിനെ ഈ ഇപ്പോഴും നമ്മുടെ നിലവിലിരിക്കുന്ന അടിമ വ്യവസ്ഥയെ ഉൾക്കൊള്ളാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അതിന് എടുക്കാൻ പറ്റിയ ഒരു ഓണർ ഇതിനാണ്. എൻ്റെ റൈറ്റിംഗ് രീതികളും ഈ സാധനങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഞാനതൊരു പ്രധാനപ്പെട്ട സാഹിത്യ ശാഖയുടെ അനുബന്ധമായിക്കൊണ്ടാണ് ഇതിനോട് ഉപയോഗിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ലോകമെമ്പാടും വളരെ നല്ല അപസർപ്പക കൃതികളായിട്ട് വരുന്ന പല സംഗതികളിലും ഇപ്പം ഈ ക്രമം വരുന്നുണ്ട്. ഈ സംഗതി അത് ആ സ്കാവഞ്ചർ ഒരു തമിഴനായ ഒരാൾ ഇവിടെ വന്ന് അടിമയാവാൻ വരുന്ന സംഗതിയാണ്. അതിൽ ഏറ്റവും വിചിത്രമായൊരു സംഗതി എന്ന് വെച്ചാൽ അത് നമ്മൾ മലയാളത്തിൽ റൈറ്റ് ചെയ്ത ഒരു സാധനത്തിനെ തമിഴിലുള്ള സിനിമയിലുള്ള ആൾക്കാർ പിക്ക് ചെയ്തു. അത് തമിഴിൽ സിനിമയാവാനായിട്ട് അവർ യൂസ് ചെയ്യുക. ഇവിടെ തമിഴ്നാട് പശ്ചാത്തലം വെച്ചിട്ട്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഡോണറിനെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ലൈഫിലെ ഉള്ള യഥാർത്ഥ ഡോണറിൻ്റെ പിന്നെ എൻ്റെ സത്തയെ അല്ലെങ്കിൽ അതിൽ എഴുതുന്നൊരു സംഗതിയെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ടുള്ള ഒരു നമ്മുടെ റൈറ്റിങ്ങിൽ ഒരു മാറ്റത്തിൻ്റെ സാധനം വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോണറാണ് ഈ അപസർപ്പക സംഘം. അല്ലാതെ അതൊരു പിന്നെ അവാന്തര ഉപയോഗിക്കപ്പെടും. ആരാണ് കൊന്നത്, മറ്റേ വെറുതെ ഒരാൾ കത്തിക്കുത്തേറ്റ് ഒരിടത്തൊരാൾ കിടക്കുന്നു, ഓടിച്ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇതാരാണ് നമ്മൾ കുറേ ഇത് കൊടുക്കുന്നു, വഴി തെറ്റിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങൾ കൊടുക്കും, പസിൽ പോലെ സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു പരമ്പരാഗതമായ മട്ടിലുള്ള ഒരു റൈറ്റിംഗ് എന്നുള്ള സംഗതിയേ അല്ല. ഇപ്പോഴും ഇനിമേൽ അതിൽ നിന്ന് നല്ല കൃതികൾ ഉണ്ടായി വരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള എന്താണ് ഏറ്റവും നല്ലത്. പരമ്പരാഗത മട്ടിൽ പോവുക എന്നുള്ളതല്ല. ആദ്യം വായിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ ഈ പേര് കേൾക്കുന്നതൊക്കെ മനോരമയുടെ വാർഷിക പതിപ്പിലാണ്. അപ്പം ഞാൻ ആദ്യം വായിക്കുന്നത് ആക്ച്വലി ഒരു അനുഭവമാണ്. അതായത് ഈ
ഹോണ്ടഡ് ഹൗസുകളിൽ പോയി ആ താമസിച്ചിട്ട് അതിൻ്റെ അനുഭവം എഴുതിയിരിക്കുന്നതാണ്. അപ്പം അന്ന് സത്യം പറഞ്ഞ വീട്ടിൽ ഈ ഡിക്റ്റേറ്റീവ് സാധനങ്ങളൊന്നും വായിക്കാൻ സമ്മതിക്കില്ല. അവർ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു, പക്ഷേ ഡിക്റ്റേറ്റീവ് നോവലുകൾ ഒന്നും വായിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അത് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കും. അപ്പോൾ ഈ ഞാൻ ഡ്രാക്കുളയൊക്കെ ലൈബ്രറിയിൽ നിന്ന് വെച്ചിട്ട് അച്ഛൻ എവിടെന്നെങ്കിലും അത് തപ്പിയെടുത്ത് മാറ്റി വെക്കും, ഞാൻ വായിക്കാതിരിക്കാൻ. അങ്ങനെയായിരുന്നു. പക്ഷെ അതേ അച്ഛനാണ് ഇന്ദുഗോപന്റെ ഈ പ്രേത വീടുകളിൽ ഒരു രാത്രി വായിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് വായിച്ചിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ധൈര്യമുണ്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്ദുഗോപൻ എന്ന് പറയുന്ന എഴുത്തുകാരനിലേക്ക് വരുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ യാത്രകൾ ചെയ്തത്, അവിടെ ഉണ്ടായ അനുഭവങ്ങൾ, അത് പിന്നീട് ഈ പറയുന്ന പ്രഭാകരനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതിലെനിക്ക് എന്തായാലും ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ പ്രേതങ്ങളൊരു വായനക്കാരിയെ മലയാളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ലോകത്തിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള തൊഴിലുകളിൽ എല്ലാ തൊഴിലും വളരെ ബോറിംഗ് ആയിട്ടുള്ളതാണ് ഏതായാലും, വെറുതെ ഇരിക്കാൻ സുഖം. അപ്പം ഇതിലുള്ള പ്രധാനപ്പെട്ടൊരു ജോലിയാണല്ലോ ഈ പിന്നെ എഴുതുക എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പം നമുക്ക് തന്നെ അറിയാം ആരാണ് കുറ്റം ചെയ്തതെന്നും കള്ളനാരെന്നും എല്ലാം നമുക്കറിയാവുന്നിരിക്കെ നമ്മളിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് നമ്മളുടെ ഒരു ബോറിങ് അതിൻ്റെ ഒരു വിചിത്രമായ അല്ലെങ്കിൽ ഏറ്റവും ദുരന്ത കഥാപാത്രങ്ങളാണ് ഈ അപസർപ്പക എഴുത്തുകാരൻ പോയത്. ആദ്യമേ അറിയാം ഇതാരാണ് ഈ പരിപാടി ചെയ്തതെന്നുള്ളത്. എന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇത് ചെയ്യുന്ന വളരെ മനസാക്ഷി കുത്തില്ലാത്ത ഒരു ബുദ്ധി നേർരേഖകളോടാത്ത കുറേ മനുഷ്യരാണല്ലോ. ഇതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു സാധനം വെച്ചാൽ ദ പ്രോസസ് ഓഫ് റൈറ്റിങ്ങിൽ നിങ്ങൾക്കൊരു രസം ഉണ്ടാവണം. ഞാനിങ്ങനെ പറഞ്ഞ കണക്ക് ഞാൻ ചത്ത് കഴിഞ്ഞ ഉടനെ ഇയാൾ 80 നോവലുകൾ എഴുതിയിട്ടുണ്ട്. 160 നോവൽ എഴുതിയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇത് കിടക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടുള്ളൊരു ഇതായിട്ട് ആൾക്കാർ വായിച്ച് തള്ളിപ്പോകുന്ന എത്രയോ മനുഷ്യരിൽ ഒരാളായിട്ട് മാത്രമെന്നുള്ളത്. നിങ്ങളുടെ ജീവിച്ചിരിക്കെ നിങ്ങളുടെ ക്രമപ്രകാരം നിങ്ങൾ എത്ര രസം പിടിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരിത്. ആ രസം പിടിക്കുന്നത് നമ്മളെല്ലാവരും വേറെ വേറെ രീതിയിലാണ് നമ്മൾ രസം പിടിക്കുന്നത്. ചെറിയ ചെറിയ ഭക്ഷണ വൈവിധ്യങ്ങളിൽ ഓരോരുത്തർ ഇഷ്ടം എന്നൊക്കെ പറയുന്ന പോലുള്ള രസം പിടുത്തമാണ് ഈ സംഗതി. അപ്പം അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു രസമുണ്ട് ഭയങ്കരമായിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കള്ളൻ്റെ പുസ്തകം എഴുതിയ സമയത്ത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിൽ അയാളിൽ നിന്ന് ഞാൻ റിസീവ് ചെയ്ത് ഞാൻ അനുഭവിച്ച ഒരു രസത്തിൻ്റെ അത്രയും പെർസെൻ്റ് എനിക്ക് അവിടെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് എനിക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോഴും അതെവിടെയോ ഇതായിപ്പോയി. പ്രസരണ നഷ്ടം എന്ന് പറയുന്ന പോലെ ഈ ഒരു കേൾവിയിൽ നിന്ന് രണ്ടാമത്തെ ഇതിലേക്ക് റൈറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സംഗതിയുണ്ട്. നമുക്ക് ചില സാധനങ്ങളൊക്കെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുക, അതാണ് ഫിക്ഷൻ. അപ്പോൾ ഇത് യാത്രയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ഇതിന് പിന്നാലെ പോകുന്ന സഞ്ചാരമുണ്ടല്ലോ. ഇപ്പം ഇന്നലെ ആണെങ്കിൽ പോലും നമ്മളൊരു പ്ലോട്ട് ശരിയല്ല, നമ്മൾ ഒരു പ്ലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ദൃശ്യം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന പോലെ നമ്മൾ പിന്നെ സഞ്ചരിക്കുക ഈ സംഗതി. ഞാൻ ഇന്നലെ രണ്ട് ദിവസം മുമ്പൊക്കെ അങ്ങനെ ഒരു 2 ദിവസം സഞ്ചാരം കഴിഞ്ഞിട്ടാണ് 10,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. അത് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചൊരു സംഗതി ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച്, ഇപ്പോൾ വാർഷിക പതിപ്പിലൊരു സംഗതി എഴുതുന്നു, ഒരു ചെറിയ നോവൽ എഴുതുന്നു, വായനക്കാരിൽ നിന്ന് കിട്ടിയ റെസ്പോൺസും മറ്റു സംഗതിയൊക്കെ അനുസരിച്ച് നമുക്ക് തന്നെ തോന്നും ഇതിൻ്റെ പ്ലോട്ടിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത് വീണ്ടും നമ്മൾ പോവും ഇതിനെ ഒന്ന് ചെയ്യാനായിട്ട്. അത് കൂടുതൽ ബോറിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു റൈറ്റർ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ അനുഭവതലത്തിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടും അയാളെ രസം പിടിപ്പിച്ചിട്ടും മാത്രമേ ഈ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റൂ. ഞാൻ പറഞ്ഞ ഈ പണി എന്നുള്ളതല്ല, നമ്മൾ ഏത് പണിയാണെന്നുണ്ടെങ്കിൽ പോലും അത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പ്രേത വീടുകളിലൊക്കെ പോകാനായിട്ട് ഞാൻ പോകുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് നമുക്കുണ്ടാക്കുന്ന റിവർബറേഷൻ ഉണ്ടല്ലോ, ഏതാ ഈ പ്രേതം വീടുകളിൽ പോയി ഈ റിവർബറേഷനിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു റൈറ്ററുടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. അയാളിലൊരു ഹൈയും ലോ ഉണ്ടായി വരിക. ഓരോ കാലം കഴിയും തോറും അയാൾ പിന്നെ റൈറ്ററെ തന്നെ വിസ്മരിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അയാളുടെ പുതുമയുണ്ട്, അയാളുടെ ഹൃദയ മാറ്റങ്ങളുണ്ടായിരിക്കുക. അതിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ റൈറ്റിങ്ങിൽ ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ശ്രേണിയിൽപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ദിവസം DC-യുടെ പേജിൽ കാപ്പ എന്ന സിനിമയ്ക്ക് ആധാരമായ കൃതി ഏതാണ് അല്ലെങ്കിൽ കഥ ഏതാണെന്ന് ഒരു
പോസ്റ്റിൽ വന്നായിരുന്നു. ആ. അപ്പം ശംഖുമുഖി എന്ന് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് കമന്റ് ചെയ്തു. അതെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വന്നൊരു കമന്റ്, അതെ. ടിങ്കിൾ റോസ ആരെങ്കിലും ഒന്ന് സിനിമയാക്കിയിരുന്നെങ്കിൽ എന്നൊരു കമന്റ്. ആ. അപ്പോൾ ഇപ്പൊ സച്ചേട്ടൻ തന്നെ വിലായത്ത് ബുദ്ധ ആദ്യ വായന തന്നെ സിനിമയാക്കണമെന്ന് തീരുമാനിച്ചു. അതെ. സാറിന് ഒട്ടുമിക്ക കൃതികളും എല്ലാം വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന അതേ തരത്തിൽ ഹൈലി സിനിമാറ്റിക് ആയിട്ടാണ് നമ്മളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സാധാരണ സംഭവം അല്ലെങ്കിൽ സാറിനോട് പലരും പറഞ്ഞു കേട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തെ എടുത്തായിരിക്കും ഇത്തരത്തിലുള്ള വലിയ പ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം സാധാരണ നടന്ന ഒരു സംഭവത്തിനെ ഒരു കൃതിയാക്കി മാറ്റുമ്പം അതെങ്ങനെയാണ് ഇത്ര സിനിമാറ്റിക് ആക്കി മാറ്റുന്നത്? നമ്മുടെ പല കൃതികൾ, ഇനി വരാനിരിക്കുന്നതുമായ സിനിമകളൊക്കെ ആവട്ടെ, എല്ലാം ആവട്ടെ, പലരും വന്ന് നമ്മളോട് ചോദിക്കുന്നത് കൊണ്ട് സിനിമയാവുമ്പോൾ നമ്മൾ എഴുതി വച്ചിരിക്കുന്നതിലെല്ലാം ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ സിനിമാറ്റിക് നോവൽ എന്നൊക്കെ പറയുന്ന സിനിമാ സ്വഭാവം എന്നൊക്കെ ആൾക്കാർ പിന്നെ വിചാരിക്കുന്ന ഒരു ഇത് നമ്മുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി എൻ്റെ അകത്തുള്ളത്, വേറെ ഒന്നുമല്ല എൻ്റെ അകത്തുള്ളത്. സിനിമയാവാൻ വേണ്ടിയോ വേറൊരു സംഗതിയായിട്ടോ ഒന്നും നമ്മൾ എഴുതുന്നില്ല. ഞാൻ പിന്നെ സിനിമ വളരെ കുറച്ച് കാണുന്ന, സിനിമ എൻ്റെ പാഷനേ അല്ലാത്ത ഒരാളാണ്. എൻ്റെ വർക്കിലും റിസർച്ചിലും ഈ സംഗതികളിലും എല്ലാം വളരെ പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും കുടുംബപരമായി സിനിമ കാണാൻ പോകുന്നത് പോലുള്ള ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ മാത്രമാണ്. എനിക്ക് ഈ ലോക സിനിമയെക്കുറിച്ചുള്ള പിന്നെ അന്ധമായ രീതിയിലുള്ള അറിവോ അങ്ങനെയുള്ള സാധനങ്ങളോ ഇല്ലാത്തതെന്ന് വെച്ചാൽ എനിക്ക് അത് ആർജിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനോ ഉള്ള ആവതോ ഇതോ ഇല്ലാഞ്ഞിട്ടല്ല. എൻ്റെ സമയവും ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള എൻ്റെ രസങ്ങളും എന്ന് പറയുന്നത് കണ്ടന്റ് എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത്, കണ്ടന്റ് എങ്ങനെ രസം എന്നെ രസിപ്പിക്കുന്ന ഒരു കണ്ടന്റ് എങ്ങനെ എനിക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും എന്നുള്ള ഒറ്റ ഇതാണ്. അതിനെങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഉദാഹരണം ഞാൻ പറയാം. അമ്പിളിമോൾ തിരോധാനവും പിന്നെ അതിൻ്റെ ഈ സിനിമയിലേക്കുള്ള യാത്രയിൽ പെടുന്നൊരു അതിൻ്റെ അകത്ത് ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന, ഞാൻ ഒരു ബീയിങ് ഒറിജിനലായിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മളുടെ ശ്രദ്ധ. ഞാനിപ്പോൾ ഏത് റീസൺ നമ്മൾ പറഞ്ഞാൽ ഏത് കഥയിലെടുത്തു കഴിഞ്ഞാലും അത് എവിടെ നിന്നാണ് അതിൻ്റെ ബീജാഭാവം എന്നൊക്കെ നമ്മൾ പറയുന്ന അത് നമുക്ക് പറയാൻ പറ്റും. അപ്പം അമ്പിളിമോൾ തിരോധാനത്തിലെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ദീർഘമായി കിടക്കുന്നൊരു സംഗതി എന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചായയുമായിട്ട് കൊണ്ടുവന്ന ഒരു പയ്യൻ്റെ അടുത്ത് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു, നീ ഒന്ന് ഇവിടെ ഒട്ടൊന്ന് കയറി നിന്നേ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ നമ്മളെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം എന്നെയാണ് പ്രതിയെ സംശയിക്കുന്ന ഒരാൾക്കുണ്ട്, അപ്പം വേറെ 1-2 പേര് വേണം സ്വാഭാവികമായിട്ട്, അതിലൊരാൾ പോലീസുകാരനോ ആയിട്ട്. അപ്പം ഈ കാഴ്ചയിൽ നിൽക്കുന്ന ഒരാൾ പോലീസുകാരനാണെന്ന് ചിലപ്പം നമ്മുടെ അധികാര ഭാഷയും ഒക്കെ പലർക്കും മനസ്സിലാവുമല്ലേ സർ. അപ്പം അവിടെ നിന്നുള്ള 1-2 പേരും കൂടെ വേണം. ഒരാൾ മാത്രമാണെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് അല്ലല്ലോ. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ അപകടം ഞാനിങ്ങനെ ആലോചിച്ചു. തക്ക ഗ്രാഹ്യമോ ബോധ്യമോ ഇല്ലാത്ത ഒരാൾ, മനുഷ്യൻ്റെ മനസ്സാണ്, അതിൻ്റെ വളരെ വിചിത്രമായ ഘട്ടത്തിൽ വെച്ചിട്ട് ഈ വന്ന് കയറി നിൽക്കാൻ പറഞ്ഞ ആൾ നേരെ കൈ ചൂണ്ടി അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു ചിന്ത ഇങ്ങനെ കിടക്കുക. കിടന്ന് നമ്മൾ അത് അവിടെ കിടക്കും, അവിടുത്തെ അടിസ്ഥാനമായിട്ട് അവിടെ കിടക്കും. അപ്പം ഞാനൊരു തവണ ഇങ്ങനെ ബോറടിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരെ തെക്കോട്ടിങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ നേരെ ജനറൽ പാസഞ്ചറിൻ്റെ ഇത് കയറി. നമ്മുടെ ലൈഫ് ഭയങ്കരമായൊരു സാധനം കിട്ടും. നമുക്ക് ഒറ്റപ്പെട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഈ ഇടിയും ബഹളത്തിൻ്റെ ഇടയിൽ. ഒറ്റപ്പെടലുണ്ടെന്നാണ് ഏറ്റവും നല്ല മാർഗ്ഗം അത്. അപ്പോൾ ഞാൻ അങ്ങ് ഇരുന്നപ്പോഴത്തേക്കാണ് ഈ ഇവിടുന്ന് സിറ്റിയിൽ വന്ന് ഈ എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിറ്റിട്ട് പോകുന്ന 2 സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ മറ്റേ സ്ത്രീ എടുത്ത് ചോദിക്കുകയാണ്. അവർ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഇവരുടെ ജോലിയൊക്കെ എന്തോ സാധനങ്ങൾ, ഈ ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തിരുവനന്തപുരം വിറ്റ് വൈകുന്നേരം പോകുന്നത്. പക്ഷെ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പം നിൻ്റെ ഇരട്ടകളുണ്ടായാലും അടി എന്തായത് കുറേ നാളായോ, വലുതായോ എന്ന്. അപ്പോൾ അവർ ഇല്ലടി, അതിലൊന്ന് പോയി. പിന്നെ അവർ അത് കുഴപ്പമില്ലടി. അപ്പം 2 പേരിനെ ഒരേ കണക്കിരിക്കുകയില്ലേ, മറ്റതുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും നമുക്ക് ഇത് വെച്ച് മനസ്സിലെന്ന് പറയുന്നൊരു ഭയങ്കര റെവലേഷനായ സാധനം. ഒരു ഇതല്ലാത്തൊരു സ്ത്രീയുടെ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, 3.5 വയസ്സുള്ള ഒരു കുട്ടി അല്ലല്ലോ ഇത്. അപ്പം ഞാനിങ്ങനെ കാണിച്ചപ്പോൾ അത് ചെറുപ്പത്തിൽ പോയി 3-3.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ബോധമുള്ള കൊച്ചായിരുന്നു. അപ്പം ഞാൻ ഈ ബോധമുള്ള കൊച്ചായിരുന്നു 3.5 വയസ്സെന്ന് സാധനം വെച്ചാൽ മറ്റൊരാൾ റിലേറ്റ് ചെയ്ത് ഈ കൊച്ച് കൈ ചൂണ്ടിയിരുന്നെങ്കിലോ ഇത് പെട്ടെന്ന് ഈ കണക്ഷൻ വരണം. ഇതാണ് എൻ്റെ ഇത് ആ സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയാണ്
നമ്മളിതിന്. അപ്പം നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരു എലിമെൻറ്റിൽ നിന്ന് മറ്റതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ട് ചെയ്യണം. കാരണം ഇത് സൂക്ഷ്മമായ ചിന്താധാരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മനുഷ്യരിൽ. അത് എപ്പം വേണമെങ്കിലും കണക്ഷൻ ഇല്ലാതെ അങ്ങ് പോവാം. പെട്ടെന്ന് തന്നെ ഇതിലൊരു എന്തോ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുകയും പണ്ട് നമ്മുടെ കയ്യിൽ ഇരുന്ന സംഗതിയുമായിട്ട് ഇതിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. അത് നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളൊരു സംഗതിയല്ല. അതിനെ ട്രെയിൻ ചെയ്ത് ഇതുമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തത്. ഈ കുഞ്ഞ് ഇയാളെ കൈ ചൂണ്ടി കാണിച്ചാൽ ഇയാൾ വളരെ വർഷത്തിന് ശേഷം ഇയാൾ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ തേടി പോലീസ് വന്നാൽ ഇയാൾ എങ്ങനെ ആ കേസ് തെളിയിക്കും എന്ന് പറഞ്ഞാൽ അത് മനുഷ്യാവസ്ഥയാണ്. അത് നമ്മളീ പറഞ്ഞ നമുക്ക് അപസർപ്പക സാധനം എന്ന് പറഞ്ഞാൽ അയാൾ കുത്തേറ്റ് ചത്ത് കിടക്കുന്നു, അയാളുടെ പൊന്നങ്ങൾ പോകുന്നു, വലിയ പ്രഭാവമുള്ള ഒരു കുറ്റാന്വേഷകൻ എന്നുള്ളതൊന്നുമല്ല. അത് നമ്മളുടെ പ്രധാനപ്പെട്ട റൈറ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷൻസ് മാത്രമാണ് ഈ അപസർപ്പക ഇതെന്നുള്ളത്. അപ്പോൾ അത് സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ. അപ്പം അതിനെയാണ് ഈ തോട്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ തോട്ടിനെ തിരക്കിയാണ് ആൾക്കാർ ഇതിനൊരു ലൈഫുണ്ട്. ഇതിനെ ഒരു 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ഇമോഷൻ വലിയ പൊട്ടാതെ നിൽക്കും എന്ന് തോന്നുന്ന ഒരു തോന്നൽ, ഇതേപോലെ ഈ ക്രിയേറ്റീവ് തോന്നൽ പോലെ, അല്ലെങ്കിൽ ഇതിനെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു റൈറ്ററുടെ ബ്രിഡ്ജ് ചെയ്യാനുള്ള അയാളുടെ തോന്നൽ, അല്ലെങ്കിൽ അയാളുടെ ട്രെയിനിങ് പോലെ ഈ സംവിധായകനൊക്കെ ട്രെയിനിങ് ഉണ്ട്. അയാൾ നല്ല ട്രെയിൻഡ് ആണല്ലോ. അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് ഇത് രണ്ടും വെച്ച് അയാൾക്കറിയാം ഇതിൻ്റെ ഇമോഷനെ എത്ര സ്ട്രെച്ച് ചെയ്താൽ ഇമോഷൻ വലിഞ്ഞ് പൊട്ടാത്ത രീതിയിൽ ആൾക്കാരുടെ മനസ്സിനെ ധാരയാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 2 മണിക്കൂർ എലിമെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് അവർക്ക് തോന്നുന്നതിന് പ്രതിയാണ് അവരിതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ലാതെ നമ്മൾ പുറത്തൊരു സിനിമാറ്റിക് നോവൽ, അല്ലെങ്കിൽ അത് ഞാൻ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരെ എഴുതാൻ ശ്രമിക്കുന്നവരടുത്താണ്, നമ്മൾ പുറത്തൊരു സിനിമാറ്റിക് നോവൽ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതാരും സിനിമയാക്കാനായിട്ട് വരാൻ പോകുന്നില്ല. ആ ആദ്യത്തെ വരിയിൽ തന്നെ പിന്നീട് ഒരു മനുഷ്യൻ ആ ഏരിയയിലേക്ക് വരത്തില്ല. സിനിമ ആക്കാൻ അവരുടെ പുതുമ തേടിയാണ് പുതിയ ആൾക്കാർ വരുന്നത്, പഴയ കുപ്പികളും മറ്റു സംഗതികളും. പക്ഷെ ആ ഇമോഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് ഒരു പുതിയ വഴിയിലൂടെ ആയിരിക്കണം. പുതുമ എന്ന് നമ്മൾ പറയുന്നത് അതാ. ബാക്കി ഇമോഷനും മറ്റു സംഗതികളെല്ലാം ലോകത്തെല്ലാം ഒരേ കണക്ക് ഇതൊക്കെയാണ്. പക്ഷെ കൊണ്ടുപോകുന്ന വഴി വ്യത്യാസമുള്ളതായിരിക്കണം. അത് ജെനുവിനായിരിക്കണം. അതെന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊരു സംഗതിയല്ല. അതിലൊരു ലൈഫ് എവിടെയോ കിടക്കുന്നുണ്ട്. ഒരു പറ്റിപ്പുകാരല്ല. ഇത്രയും തോന്നലാണ് ഈ പ്രേക്ഷകനും ഈ എടുക്കുന്ന സംവിധായകനും ഈ ത്രെഡും തമ്മിലുള്ള എലിമെൻറ്റ്. ഇതിനെയാണ് അന്വേഷിച്ച് വരുന്നത്. അതിപ്പോൾ A or B ആരെഴുതിയാലും അവർക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അവർ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സിനിമയെ പിൻപറ്റാനായിട്ടുള്ള ഒരു കണ്ടൻറ്റും നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അപസർപ്പക വിഭാഗത്തിൽപ്പെട്ട പല പൂർവ്വകാല കൃതികളുമുണ്ട്. ഒരുപാട് വായിച്ചു വളർന്നിട്ടുള്ള, നമ്മളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള കോനൻ ഡോയിൽ തൊട്ട് അഗത ക്രിസ്റ്റി തൊട്ട് ഒരു വലിയ പാരമ്പര്യം നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ട്. പിന്നെ വ്യോംകേഷ് പക്ഷി പോലെയുള്ള കേസുകളുണ്ട്. അപ്പോൾ മുന്നേ വായിച്ചിട്ടുള്ള പരമ്പരാഗത ട്രഡീഷണൽ അപസർപ്പക പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമോ എഴുത്തുകാരോ പ്രിയപ്പെട്ടതായിട്ട് എന്തുകൊണ്ടാണ് അവരുടെ എന്ത് സവിശേഷതയാണ് ആകർഷിച്ചിട്ടുള്ളത്? എല്ലാ കാലത്തേക്കും എല്ലാ റൈറ്റേഴ്സിനെയും എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ആർതർ കോനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് തന്നെയാണ്. അതിൻ്റെ ഷെർലക് ഹോംസ് തന്നെയാണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അയാളുടെ അപൂർണതകളിലുള്ളിൽ തന്നെയും അയാളൊരു പൂർണ്ണ മനുഷ്യനാണെന്നുള്ളൊരു അയാളുടെ ചിന്താധാര, അയാളുടെ ഗോഡ്ലി, അയാളുടെ ഒരു ദൈവിക മാനത്തിലേക്ക് അയാളുടെ ബുദ്ധിവിശേഷങ്ങൾ ഉണരുന്നതായിട്ടൊരു ഫീല് കൊണ്ടെത്താനായിട്ട് പറ്റുന്നത് കൊണ്ടാണത് പലപ്പോഴും പറ്റുന്നത്. അത് പക്ഷേ അയാളൊരു ആംചെയർ ഒരു ഇതാണ്. പുള്ളി എല്ലാ സംഗതി പുള്ളി യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും പുള്ളിയുടെ അഭ്യൂഹങ്ങളും ഈ സാധനങ്ങളും ഒക്കെ ഈ വാട്സന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലാണ്. 2 ഈ യുക്തി അയാൾ ഇരുന്നിട്ടുണ്ടാക്കുന്ന യുക്തിയുടെ ഒരു വലിയ ഇതുണ്ട്. 2 കാലത്തിന് മുമ്പോട്ടും പിന്നോട്ടും സഞ്ചരിക്കാനുള്ള ഒരു സംഗതി. ഇപ്പം നമുക്കറിയാമല്ലോ ഒരു ഫിംഗർ പ്രിൻറ്റുകൾ, വളരെ അതിസൂക്ഷ്മമായ ഹെയർ, മറ്റു സാധനം മറിച്ചത്, ഇങ്ങനെയുള്ള പുതിയ ഇതിൻ്റെ പല ടൂൾസിനെയും കുറിച്ചും ആദ്യം ചിന്തിച്ച ഒരാളാണ്. അപ്പോൾ ആർതർ കോനൻ ഡോയിലിൻ്റെ സാധിച്ച അയാളുടെ പ്രധാന വർക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ 2ാം ലോക യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള വലിയ ഹിസ്റ്റോറിയനാണ് പുള്ളി. അപ്പോൾ ഈ ഹിസ്റ്റോറിയനായിട്ടുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെന്നുള്ള അയാളുടെ റിസർച്ചും ഈ സംഗതിയിലും ഭയങ്കര ഇതായിരിക്കും. അതിൽ നിന്ന് അയാൾ രസം പിടിക്കാനായിട്ട് ഈ വലിയ വർക്കുകൾ, ഈ വലിയ ഗൗരവമായ വർക്കുകളിൽ നിന്ന് രസം പിടിക്കാനായിട്ട് എഴുതിയിടുന്ന ഒരു എലിമെൻ്റാണ് സത്യത്തിൽ ഇതിലേക്ക് വരുന്നത്. ഇപ്പം പരമ്പരാഗത
എഴുത്തുകാരെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ട് പറയും. അപ്പോൾ അഗതാ ക്രിസ്റ്റി ആണെന്നുള്ള അവരെ സംബന്ധിച്ച് അവരുടെ പ്ലോട്ടിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള. അവരൊരു പ്ലോട്ടുണ്ട്, ഒരു പിന്നെ ചിലപ്പോൾ ഒരു ബോട്ടിൻ്റെ അകത്തായിരിക്കും കഥ നടക്കുന്നത്, അല്ലാതുള്ളൊരു വീടിൻ്റെ അകത്തായിരിക്കും കഥ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കഥയിൽ എന്താണെന്ന് ആരാണ് അത് സംഭവിച്ചത് ആരാണ് എന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നോട്ടുള്ള സഞ്ചാരത്തിൽ വഴി എഴുതി പിന്നെ വന്ന ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമാകും എപ്പോഴും. പിന്നെ അഗതാ ക്രിസ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അഗതാ ക്രിസ്റ്റി ഇവരുടെയൊക്കെ എല്ലാം കിട്ടിയൊരു മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ തലയിലേക്ക് വേറെ 2-3 കണ്ടൻറ്റ് അടിക്കാനുള്ളൊരു സമയത്താണ് ഞാനൊരു മാനുഷികമായൊരു ചോദനയാൽ പിന്നെ 5-6 പേര് സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ള സാധനത്തിൽ വന്നിരിക്കുന്നു. അഗതാ ക്രിസ്റ്റിയെ സംബന്ധിച്ചാണെങ്കിലും പിന്നെ ഈ ആർതർ കോണൻ ഡോയലിനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെയൊക്കെ കാലത്ത് ഈ മാധ്യമം ശ്രദ്ധയോ ഈ സംഗതികളോ ഇവരിലേക്ക് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ അഗതാ ക്രിസ്റ്റിയുടെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അവ്യക്തമായ സംസാരത്തിനുള്ള 1-2 ചെറിയ ക്ലിപ്പുകൾ അവിടെ വന്നു. അവരോരോ മനുഷ്യനെയും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയല്ല ഈ ഒരു സംഗതി. അപ്പം ഇപ്പം ദേവാണെങ്കിൽ അതിന് മുമ്പാണ്, ദേവാണെങ്കിൽ അതിന് മുമ്പാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര ഏകാഗ്രത. അതുകൊണ്ടെന്താ ഈ അവസാനം മരിക്കുന്ന സമയം വരെ എല്ലാ വർഷവും അഗതാ ക്രിസ്റ്റിയുടെ നോവലുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ സെറ്റിങ്സും എല്ലാം നമ്മളിപ്പം അവർ സിനിമയോ സാധനങ്ങളോ എന്നൊക്കെ പറയുന്നതൊക്കെ അതിൻ്റെ ഒരു ആദ്യകാല ഇതിലാണ്. ഇത് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ സിനിമയൊക്കെ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് സമയത്താണ് അവർ എഴുത്തുകാരിയായി തുടങ്ങി മുമ്പോട്ട് വരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവരുടെ ഒന്നും ചിന്തയിലൊന്നും ഒരു സിനിമയോ ഒരു സാധനമല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് സിനിമാറ്റിക് നോവൽ സിനിമ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് അവരുടെ ചിത്രത്തിലേ അതല്ല. പക്ഷെ അവരുടെ പ്ലോട്ടിങ് നോക്കൂ, ആ പ്ലോട്ടിംഗ് ഒക്കെ പിൻകാലത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റി. പക്ഷേ നിങ്ങളൊരു സിനിമയാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പമുള്ള ഒരു ഓണറാണ് പിന്നെ ഈ അപസർപ്പക സാധനം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അപസർപ്പകനാവുക എന്നുള്ളത് നിങ്ങൾക്കൊരു പിന്നെ ഇത് കിട്ടുന്ന ഒരു സാധനമല്ല. ഏതാ നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ഈ ഇടയ്ക്ക് പ്രിയദർശൻ പറഞ്ഞില്ലായിരുന്നു, നമ്മളൊരു ചിരിപ്പിക്കുന്ന സിനിമകൾ ചെയ്താൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ചിരിപ്പിക്കുന്ന സിനിമ ഉണ്ടാക്കിയാലും ഒരു ഗൗരവ സിനിമ ചെയ്യുന്ന ആളിൻ്റെ റെസ്പെക്റ്റ് ഇതിൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അപസർപ്പക കഥയ്ക്ക് ലോകത്തിലെമ്പാടും അത്തരത്തിലുള്ള ഒരു ദുർവിധി ഉണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക്കൽ മാനറിലേക്ക് വന്നിരിക്കുന്നത് ഈ നേരത്തെയുള്ള ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇപ്പം ഷെർലക് ഹോംസ് മാത്രമേ അങ്ങനെ ഒരു ക്ലാസിക്കൽ ഡോണറിലേക്ക് ഈ വിഭാഗത്തിൽ നിന്ന് കാര്യമായി വന്നിട്ടുള്ളൂ. അഗതാ ക്രിസ്റ്റിയെ പോലും നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അതെല്ലാത്തിൻ്റെയും ബലം ഈ അദ്ദേഹത്തിൻ്റെ ഈ അതിഗാഠമായ ചരിത്രബോധവും മുന്നോട്ടുള്ളൊരു കാലത്തെക്കുറിച്ചുള്ള ചിന്തയുമുള്ള ഒരു അത്ര കണ്ട് പ്രതിഭാശാലി ഒരാളിൻ്റെ ഗൗരവബുദ്ധിയായ ഉള്ളൊരു മനുഷ്യൻ്റെ എഴുത്തായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നൊരു സാധനത്തിന് ഞാൻ വീണ്ടും പറയാം. കാരണം ഞാനിങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു റൈറ്റിംഗ് ജോണറിലേക്ക് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ജോണർ ഈ മറ്റ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ലതാണെന്ന് വെച്ചാൽ ചിലത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ആനോ എന്ന് പറഞ്ഞ നോവലൊന്നും പിന്നെ ഇതൊന്നും അല്ല. അപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, സിനിമയെ പിൻപറ്റി വന്നാൽ പോലും നിങ്ങൾ ഈ ഹിസ്റ്ററിയെ ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ സിനിമയായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സിനിമയായിരിക്കുന്നത് റൈറ്റേഴ്സിൻ്റെ നിന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് സിനിമയായിരിക്കുന്നത് ആരുടേതായിരിക്കും? ഞാനൊരു 2-3 പേരുടെ പേര് പറയാം. ഇപ്പം ജീവിച്ചിരിക്കുന്ന അപസർപ്പക എഴുത്തുകാരിലെ ഏറ്റവും വലിയ പാർട്ടിയുള്ള ഒരാളാണ് സ്റ്റീഫൻ കിങ്, പിന്നെ ആർതർ കോണൻ ഡോയലിൻ്റെ ഷെർലക് ഹോംസ്, അഗതാ ക്രിസ്റ്റിയുടെ നോവല്, ചാൾസ് ഡിക്കൻസ്, ആൻഡൺ ചെക്കോവ്. ഈ 5 പേരുടെ എടുത്തു കഴിഞ്ഞാൽ ആരുടേതായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമയായിട്ടുണ്ടാവുക? അല്ല, എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെക്കോവ് എന്ന് പറയുന്നത്? ചെക്കോവ് ഒരു പിന്നെ അപസർപ്പക റൈറ്ററല്ല. ചെക്കോവിൻ്റെ 10-500ഓളം പിന്നെ അയാളുടെ ആ കൃതികളിൽ നിന്ന് ഇംപ്രഷൻസ് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള അത്രയും വന്നു. 500 തവണയിൽ കൂടുതൽ ഏതാണ്ട് അഡാപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡ്രാക്കുള. ആ ക്യാരക്ടർ മാത്രം എടുക്കുക. അതിൻ്റെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് മാത്രം നമ്മൾ പിക്ക് ചെയ്യുക. ആ സ്വരൂപത്തിന് അത് അപസർപ്പകമല്ല. ആൻഡൺ ചെക്കോവിൻ്റെ കഥാപരിസരത്ത് അല്ലെങ്കിൽ കഥയുടെ ആ ഋതത്തിനെ നമുക്ക് ഈ ദൃശ്യവൽക്കരിക്കാനുള്ള എലിമെൻ്റാക്കി മാറ്റാമെന്നുള്ളതാണ് ഈ സിനിമ എടുക്കുന്നവർ കാണുന്ന
അവരുടെ കാഴ്ച അത് വളരെ സവിശേഷമായ കാഴ്ചയാണ്. അവരെങ്ങനെയാണ് ഒരു സാഹിത്യകൃതിയെ അവർ സമീപിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. ഇപ്പം 3 മസ്കറ്റേഴ്സും പിന്നെ കൗണ്ട് ഓഫ് മൊണ്ടി ക്രിസ്റ്റോയും 10 എനിക്ക് തോന്നുന്നൊരു 200 തവണയിൽ കൂടുതൽ ഇത് വന്നു. നമ്മുടെ മലയാളത്തിൽ പോലും പടയോട്ടമൊക്കെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയാ അങ്ങനെ പല മട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അപസർപ്പക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരില്ല. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഒരു എളുപ്പ വഴിയാക്കി നമ്മൾ സ്വീകരിക്കരുത് എന്നുള്ളൊരു സംഗതിയാണ്. ഇതിന് ഈ ടൂളിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഈ ടൂളിനെ നിങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഗൗരവബുദ്ധിയായ ഉള്ളൊരു റൈറ്ററാണെന്നിരിക്കുകയും നിങ്ങൾ അതിൻ്റെ അകത്ത് റിയലിസ്റ്റിക്കായ എലിമെൻറ്റ്സ് അതിൻ്റെ അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൃതി നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്തൊരു കാറ്റിൽ ആദ്യം പറന്നു പോകുന്ന അതായിരിക്കും. അത് അച്ചടിക്കുന്നത് പോലും മോശപ്പെട്ട കടലാസുകളിലാണല്ലോ. അതുകൊണ്ട് ആദ്യം ഇത് നേരെ പറന്നു പോകും പലപ്പോഴും. അപ്പോൾ അതെപ്പോഴും ആ ഒരു ശ്രദ്ധ വരുന്ന പിന്നെ റൈറ്റേഴ്സിനാണ് അത് എഴുതുന്നതിലുള്ള അതിൻ്റെ പിന്നെ റിസേർച്ച് എന്ന് പറയുന്നത് വളരെ ഫുൾ പ്രൂഫ് ആയിരിക്കണം. അതേസമയം എൻ്റെ റിസേർച്ച് മുഴച്ചു നിൽക്കരുത്. ലൈഫ് തന്നെ ആയിരിക്കണം. ലൈഫും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ സന്ദർഭത്തിലുള്ള ഇമോഷനും തന്നെ ആയിരിക്കണം അതിൻ്റെ അകത്ത് വരുന്നത്. അടുത്ത് ക്രൈം വരാം സ്വാഭാവികമായിട്ടും. മനുഷ്യനെന്ന് വെച്ചാൽ ഓരോ നിമിഷവും എങ്ങനെ ക്രൈം ചെയ്യാതിരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇത്രയും കാലം ജീവിച്ച് നമ്മൾ ക്രൈം ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മളിരിക്കുന്നത്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് പെട്ടില്ലല്ലോ എന്ന ഇതിലിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ക്രൈം ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ക്രൈം വാസന എല്ലാവരിലും ഉണ്ടെന്നിരിക്കെ നമുക്കതിനെ നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അത് ആ ഒരു ശ്രദ്ധ നമുക്കെപ്പോഴും ഈ ഇത്തരം റോണുള്ള റൈറ്റേഴ്സിന് വേണം എന്നുള്ളത്. കുറ്റാന്വേഷണമായാലും അല്ലെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു വലിയ കഥ അത് മൊത്തമായിട്ട് മനസ്സിലങ്ങോട്ട് കണ്ട ശേഷം എഴുതാൻ തുടങ്ങിയാണോ അതോ എഴുതുമ്പോൾ അത് വികസിച്ച് വരികയാണോ സംഭവം? പല മട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ നമ്മളീ പറഞ്ഞ അഗതാ ക്രിസ്റ്റി പോലുള്ള റൈറ്റേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൃതിക്ക് അവർക്ക് ഇത്രയും കാലം ദീർഘമായി നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ അവരവരുടെ യുക്തി മാറ്റിക്കൊണ്ടേയിരുന്നു. അവരിപ്പം ഇവരാണ് ഈ ഇന്ന ആളാണ് അത് ചെയ്തത് എന്ന് അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിൽ വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇവരത് മാറ്റിക്കൊണ്ടിരുന്നു. അവരെപ്പോഴും 2 തരത്തിലുള്ള റൈറ്റേഴ്സ് പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഓരോ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചിരുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലരാണെങ്കിൽ തോന്നിയപടി ഇരിക്കും. ഒരു ചിന്താ പദ്ധതികൾ ഉണ്ടാക്കി വെക്കാത്ത രീതിയിലിരിക്കും. അപ്പോൾ അതിന് വരുന്ന ഓരോരോ മാറ്റങ്ങൾ വരുന്ന സമയങ്ങളിൽ അയാൾക്കൊരു രസം കൂടെ കിട്ടുമല്ലോ ഈ മാറുന്ന ആൾക്കാർ. അപ്പം ഞാനൊക്കെ ആ ശ്രേണിയിൽ പെടുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിലുണ്ടെന്ന വലിയ എഴുത്തുകാരുടെ കൂട്ടത്തിലുള്ള ചെറിയ എഴുത്തുകാരനാണ്. മനസ്സിലായത്? അപ്പം അതിൽ ഭയങ്കരമായ രസമുണ്ട്. പക്ഷേ യാതനകൾ അതിഭയങ്കരമാണ്. യാതനകൾ അതിഭയങ്കരം വെച്ചാൽ മറ്റേ നമുക്കൊരു ഇത്ര നാൾക്കുള്ളിൽ നമുക്ക് തീർക്കാം. ഇത് പറ്റില്ല. ഇത് അടപടലം മാറിക്കൊണ്ടിരിക്കും. അടപടലം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് രസമുണ്ട്, ഭയങ്കരമായിട്ട് രസമുണ്ട്. അപ്പം അത് അപസർപ്പക ഓണറിനെ സംബന്ധിച്ച് അത് കുറെ കൂടെ ഡിഫിക്കൽട്ടാണ്. കാര്യം അതിൻ്റെ സൂക്ഷ്മതകൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറിയ ഡ്രോപ്പിങ്സ് ഉണ്ടല്ലോ ഈ പറഞ്ഞ ആൾക്കാർ, അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതാണ് അവരുടെ അത്ഭുതകരമായ ഒരു പ്രോളിഫിക് റൈറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു അത്ഭുതകരമായ ഒരു ലേഡിയാണ് അവരെന്ന് പറയാനുള്ള റീസൺ പലപ്പോഴും അതുകൊണ്ടാണ്. അവരുടെ ശ്രേണിയിൽപ്പെട്ട റൈറ്റേഴ്സ് വളരെ സ്ലോ ആയിട്ട് അവർക്ക് എഴുതാനായിട്ട് പ്രോളിഫിക് ആണെങ്കിൽ പോലും അത്ര കണ്ട് യാതനയെ ഇത്ര ദീർഘമായ കാലത്തിനോളം എഴുതി ഇത് ചെയ്യാൻ പറ്റത്തില്ല. ആ തളർച്ച അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാനൊരു റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് അഗതാ ക്രിസ്റ്റിയോടുള്ള ഒരു വലിയ ബഹുമാനം. അപസർപ്പക നോവലിലേക്കുള്ളൊരു തുടക്കം അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു സഞ്ചാരം അത് എങ്ങനെയായിരുന്നു? അതിലേക്ക് ഇപ്പം ഔദ്യോഗികമായ പത്രമാധ്യമ പ്രവർത്തനത്തിലെ സ്വാധീനം, അങ്ങനെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഒരു ആശയത്തിനെ കൊണ്ട് കെട്ടാനായിട്ടുള്ള ഒരു സംഗതിയാണ് എല്ലാ റൈറ്റേഴ്സും എല്ലാ കാലത്തും. ഇതൊരു ആകാശം പോലെയാണിത്. ആരെങ്കിലും ഇതിനെ പിടിച്ച് കെട്ടിയേ പറ്റത്തുള്ളൂ. ഇത് കെട്ടിയേ പറ്റൂ. അപ്പോൾ ഇതിതാ മാത്രമേ നമുക്ക് പിന്നെ വേറെ അടുത്ത ഇതുമായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് പറയുന്നത് കണക്ക് ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ടെക്നോളജി മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടുള്ളൊരു നോവലൊക്കെ എഴുതിയ ഒരാളാണ്. ഞാൻ നേരെ തിരിച്ചാലോചിച്ചു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ഇതിലാണെങ്കിലും എല്ലാ സയൻറ്റിഫിക് മാർഗങ്ങളിലൂടെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരാളൊരു കൊലപാതകത്തിൽ ഒരാളിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ പോയി എല്ലാം നമ്മുടെ CCTV ക്യാമറ പോയി തപ്പും.
ഇതിൽ ആരെങ്കിലും പിന്നെ ഇതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? പിന്നെ നേരെ എല്ലാ ടവറുകളെല്ലാം തപ്പും. ഈ സാധനങ്ങളിൽ വരുമ്പോൾ തന്നെ ഒരു 90-95% പേരും അതിൽ പെടും. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പിന്നെ കഥയെ നിങ്ങൾ സമീപിക്കുന്നത്? എന്ത് വെല്ലുവിളികൾ അപസർപ്പക എഴുത്തുകാരെ സംബന്ധിച്ച് വളരെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനപ്പുറത്തേക്ക് എങ്ങനെ? അതേസമയം കോട്ടയത്തു നിന്നൊരു ഒരാൾ രാത്രിയിൽ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയി. അയാളുടെ ഭാര്യയും കൂടെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയി, കാറിൽ പോയി. ആ നഗരാതിർത്തി അവർ കടന്നതായിട്ട് ഒരു CCTV ക്യാമറ ഇല്ല. ഈ കാറോടുകൂടി അപ്രത്യക്ഷമായി. മറ്റേ മലേഷ്യയിൽ നിന്നുള്ള വിമാനം അപ്രത്യക്ഷമായി. ഇതുവരെ അതൊരു കോൾഡ് കേസാണ്. ഇതുവരെ അത് എന്താണെന്നുള്ളത് ഇതേറ്റില്ല. പിന്നെ ആ ജസ്ന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം, അത് പോട്ടെ. പക്ഷേ ഈ സാധനം അതൊരു വലിയ വെഹിക്കിൾ സഹിതം പോകുന്നു. അങ്ങനെയുള്ള അപൂർവമായ പിന്നെ ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇതിൻ്റെ പുറകെ. ഇപ്പം ഞാൻ അടുത്ത വേറൊരു കേരളത്തിൽ നടന്നിട്ടുള്ള വേറൊരു കഥ, ഞാൻ മറ്റേ മാതൃഭൂമിയുടെ 100-ാം വർഷത്തിൽ 5 മിസ്റ്ററി തപ്പിയെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ 5-10 എഴുതാൻ പറഞ്ഞാൽ ഒരു സംഗതി ഈ 2 തിരുവനന്തപുരത്ത് ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും അതിൻ്റെ പിറകെ പോകാവുന്ന ഒരു സംഗതിയാണ്. 2 തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു രത്നവ്യാപാരിയായ ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം രത്നവ്യാപാരിയായിരുന്നു. അയാൾ ആരായിരുന്നു എന്നുള്ളത്, അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, 1-ലേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇയാൾ എവിടെ ജനിച്ചു, ഇയാൾ എന്താണ് ജനിച്ചതെന്നുള്ളത് ഇത് നല്ല 1-ാം തരം മലയാളത്തിൽ സംസാരിക്കുന്നു. അയാൾ ഏതോ കോവിലകം പറഞ്ഞു. ആ കോവിലകത്തൊന്നും അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല, അങ്ങനെ ഒരാൾ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളാണ് മിസ്റ്ററി എന്ന് പറയുന്നൊരു സാധനം. അത് നമ്മളിവിടെയും എല്ലാ ഭൂവിഭാഗങ്ങളിലും വരുന്നുണ്ട്. അതിൻ്റെ ആവർത്തനം എല്ലാ ദിവസവും രാവിലെ സംഭവിക്കുന്നതല്ല. കൈരളി കപ്പൽ അപ്രത്യക്ഷമായത് ഒരു മനുഷ്യനില്ല. അപ്പോൾ അതൊക്കെ നമ്മളുടെ കാലത്തുള്ള എല്ലാ കാലത്തും ഈ പറഞ്ഞ കണക്കുള്ള 50 തവണ സിനിമയാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പല ആൾക്കാർക്ക് പല രീതിയിലുള്ള നിഗൂഢമായ പിന്നെ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ ആൾക്കാർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് വേറൊരാൾ അതിൻ്റെ പുറകെ സഞ്ചരിക്കാതിരിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ കൈരളിയെ സംബന്ധിച്ച് 1-ലേറെ നോവലുകൾ മലയാളത്തിൽ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരാളുടെ ഒരു അവതാരിക എഴുതി കൊടുത്തപ്പോൾ ഞാൻ വേറൊരു സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ടാണ് അതിന് സാധനം എഴുതി കൊടുത്തത്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. അപ്പം ഇത് സൂക്ഷ്മമായി പഠിക്കുകയും ഇതിനെ വിലയിരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ നമ്മൾ തുടർച്ചയായി റിസർച്ചുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സാധനം. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന കണക്കുള്ള ഇന്നു വരെ ദോശ കഴിച്ചിട്ടില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു വിഭാഗത്ത് നിന്ന് വന്നിട്ട് ഇത് എന്ത് തരം പിന്നെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രോസസ്സ് ചോദിച്ചാൽ നമുക്ക് അറിയണമെന്നില്ലല്ലോ. ഇത് ദോശയാണ്, അതും അരി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ടെന്നും അതിൽ നിന്ന് പറയുന്ന കണക്കുള്ള ആയിരിക്കണം റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതിനെ അത്രയും ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒരു റൈറ്റർക്ക് വേണം. അത് കുറേയൊക്കെ ട്രെയിനിങ് ആണ്. പക്ഷേ ജെനുവിനായിട്ട് ഇതിനെ എങ്ങനെ സമ്മേളിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരിക്കലും ഇതൊന്നും മുഴച്ചു നിൽക്കാനായിട്ടോ ഇതേ പാടില്ല. ഈ കഥയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതലത്തിനെ എന്നാൽ ഹമ്പായിട്ട് മാറിക്കൊണ്ട് ഈ റിയലിസവും റിയാക്ട് ചെയ്യുന്നു ആ കഥയിൽ എന്നുള്ളതിൻ്റെ ഇടയിൽ കയറി ഈ റിസർച്ച് കയറി നിൽക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഈ അപസർപ്പക കഥയിൽ നിന്നുള്ളതല്ല, പൊതുവേ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. നമ്മൾ കഥ പറഞ്ഞാണ് പോകേണ്ടത്. അതിലെ ഇമോഷൻസ് തമ്മിൽ എങ്ങനെ തട്ടി ഉരസിയിട്ടാണ് അതിൽ നാടകീയതകളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് അപ്പോൾ അതിനെ നമ്മളെ ബലപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എലിമെൻറ്റ് മാത്രമാണിത്. കാര്യം ഒന്ന്, ഞാൻ എല്ലാ കാലത്തും പറയുന്നൊരു സംഗതിയാണ്, ഇനി പുതിയ കാലത്തുള്ള ഒരു എഴുത്തുകാരനാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വൈദ്യനും പുതിയ കാല ഒരു ആധുനിക വൈദ്യൻ, ഇംഗ്ലീഷ് ഒരു വൈദ്യനും ഒരു വലിയ ഒരു നോവലിസ്റ്റും പുതിയ നോവലിസ്റ്റും തമ്മിൽ ഏതാണ്ട് ഒരേ കണക്കാണ്. അവർ രണ്ടുപേരെയും ജോലിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് 100 തവണ വായിച്ച് നോക്കി, മറ്റേ സാധനങ്ങൾ നോക്കി, മറ്റേ ഇത് തമ്മിലുള്ള റിയാക്ഷൻ നോക്കി, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളിപ്പം പുതിയതായിട്ട് ഒരാളെ എടുത്തു വെച്ച് കഴിക്കുന്നത്. ഒരു ഡോക്ടറെ നേരിട്ട് വിശ്വസിച്ചിട്ടല്ല ഇപ്പം പലപ്പോഴും. അപ്പം എന്ന് പറയുന്ന കണക്കാണ് ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ട് ഈ ടൂള് നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അയാളുണ്ടാക്കുന്ന ഒരു വൈകാരികമായ ഒരു സംഗതി ഒന്ന് നിങ്ങൾ എടുത്ത് ചോദിച്ചത്തോ സംഗതിയുള്ളോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങളുടെ ബാല്യവുമായി എല്ലാവരുടെയും ബാല്യമാണ് ഒരു പ്രധാനം. അതാണ് നിങ്ങളുടെ സ്വാദ്, നിങ്ങളുടെ അമ്മ ഇത് സ്വാദ്, നിങ്ങൾ നടന്ന വഴികൾ, നിങ്ങളുടെ ഓർമ്മയുടെ ഷാർപ്പ്നെസ്, ഇതൊക്കെയാണ് ഇതിലേക്കൊക്കെ ചെന്ന് വന്ന് തട്ടാനായിട്ടുള്ള ഒരു സംഗതി. അതാണ് നമ്മളുടെ ആത്മാവ് ചെന്ന് തട്ടുന്നത്. നമ്മളെ വിസ്മരിച്ചു പോകുന്നു. അത് ഉണ്ടായാൽ മാത്രമേ ഈ ആർട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ.
അത് നിങ്ങൾ എവിടെ റിസർച്ച് ചെയ്ത മെറ്റീരിയലാണെന്ന് ഒരു പാരഗ്രാഫിൽ 3 ലൈൻ്റെ അകത്ത് അതുണ്ടെന്നിരിക്കെ അവിടെ നിങ്ങളുടെ വിശ്വാസം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോകുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് AI എന്നൊക്കെ പറഞ്ഞ കണക്ക് ഇത് AIയുടെ സൃഷ്ടിയല്ല, ഇത് മനുഷ്യ സൃഷ്ടിയാണെന്ന് മനുഷ്യ വൈകാരികതകളുടെ വെച്ചിട്ട് അയാൾ അതേസമയം കാര്യമായി അയാൾ പണിയെടുത്തിട്ടും ഉണ്ട്. ഇതിൻ്റെ നോവൽറ്റി ഭയങ്കരമാണ്. ഈ സബ്ജക്റ്റ് ഇയാൾക്ക് അല്ലെങ്കിൽ ഈ ബേസിക് കണ്ടൻറ്റ് ഇയാൾ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു എന്ന് തോന്നുന്ന സ്ഥലത്താണ് ഈ റൈറ്ററിനോട് ഇയാൾക്ക് തോന്നുന്ന ഒരു പ്രതിപത്തി അല്ലെങ്കിൽ അയാളോട് തോന്നുന്ന 1% ഉള്ളൊരു ബഹുമാനം. അല്ലാതെ വരത്തില്ല. കാര്യം ഇയാളെക്കാൾ വായിച്ച ആളാണ്, ഞാൻ എപ്പോഴും പറയുന്ന ആളാണ് അത് അപ്പുറത്തിരിക്കുന്നത്. അറിയാം ഈ നോവലിസ്റ്റിന്. കാര്യം എന്താ, ഈ നോവലിസ്റ്റ് ഇതിനു വേണ്ടി റിസർച്ച് ഇതിനു വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ആളിരുന്ന് വായിക്കുക. അയാളെക്കാൾ വായിച്ച ശേഷിയുള്ള ആളാണ് പല സമയത്തും വായനക്കാരൻ. അപ്പം അത് എപ്പോഴും നമ്മുടെ ബോധ്യത്തിൽ നമുക്ക് വേണം. ലൈഫിൻ്റെ സത്യസന്ധതകൾ കൊണ്ടാണ് ഒരു വായനക്കാരനെ നേരിട്ട് കീഴ്പ്പെടുത്താനായിട്ട് പറ്റുന്നത്. അയാൾ എളുപ്പം മെരുങ്ങിത്തരുന്ന ഒരു മൃഗമായിട്ടല്ല അപ്പുറം ഇരിക്കുന്നത്. കാര്യം ഒന്ന്, അയാൾക്ക് അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഭയങ്കരമായ അയാൾ ഉള്ളിലൊരു മൊരാഴ്ചയുണ്ട്. കാര്യം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ഇത് ചെയ്ത 100-300 രൂപ ചിലവാക്കിയിട്ടാണ് ഒരു സിനിമ കാണുന്നതിന് പോലും 100 രൂപ 100 രൂപയേ ഉള്ളൂ, 100-125 രൂപയേ ഉള്ളൂ. ഇത് ഒരു 100-250 പേരുടെ ബുക്ക് വായിക്കുന്നതിന് 300 രൂപ വിലയുണ്ട്. അപ്പോൾ അയാൾ മുരണ്ടിട്ടാണ് അയാൾ ഇത് ചെയ്തിട്ട് അയാൾ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ് ഒക്കെയാണ്. അപ്പോൾ ആ കണ്ടൻറ്റിന് അനുസരിച്ചുള്ള ഒരു സംഗതി ഇവിടെ എത്ര കോടി രൂപ ചിലവാക്കിയാണ് 150 രൂപയുടെ ഒരു സിനിമ ഒക്കെ ആൾക്കാരുണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പോൾ ഒരു നോവൽ എഴുതിക്കളയാം എന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് ചെന്നിട്ട് അയാളുടെ ഒരു 300 രൂപ വായിച്ചു കഴിഞ്ഞാൽ അത് ഇത് ചെയ്ത് പോകത്തില്ല. അതിന് വേണ്ട തരത്തിലുള്ള ഒരു വലിയ ഹാർഡ്ഷിപ്പും അതിന് തക്ക രീതിയിലുള്ള ഒരു പ്രയത്നവും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. പക്ഷേ ഇത് മറ്റേ ഇതിൽ നിന്നോ ഇങ്ങോട്ട് മാറ്റി വയ്ക്കപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ ചെയ്യരുത്. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ അല്ലെങ്കിൽ അവരെ ഇത് ചെയ്യുന്നതിലൊക്കെ ചില ഹെൽപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ വേറൊരു മനുഷ്യൻ്റെ അടുത്തോ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തോ ചോദിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാമായിരിക്കാം ഒരു പക്ഷേ. അതിൻ്റെ ജെനുവിനിറ്റിയൊക്കെ പിന്നെ നിങ്ങൾക്ക് പിന്നെ പലതവണ കണ്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് അങ്ങനെ ഈ ടൂളിനെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പം AI-യിൽ ഇല്ലാത്തത് എന്തോ അതാണ് നിങ്ങളോട് തോന്നുന്നൊരു ബഹുമാനം, വായനക്കാരന് തോന്നുന്നത് അതാണ് അയാൾ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഗതി ഇതാണ് എന്ന് തോന്നുന്നു. അത് സൂക്ഷ്മമായിട്ട് ഉണ്ടാവേണ്ടതാണ് ഈ പ്രതിപത്തിയോ ഈ ബഹുമാനമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ അപസർപ്പക നോവൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ സസ്പെൻസ് എലിമെൻ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. പലപ്പോഴും പ്രത്യേകിച്ചും അത് സിനിമയാക്കപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ചും അല്ല നോവൽ നിലയ്ക്ക് തന്നെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ സസ്പെൻസ് എലിമെൻറ്റിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. അത് ആദ്യമേ റിവീൽ ചെയ്യപ്പെടുന്ന നോവലുകളൊക്കെ ഉണ്ട് ചിലതൊക്കെ. ആരാണ് കൊന്നതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അത് അവസാനം വരെയും വെക്കുന്നതും ആ മുഖം അഴിച്ചു മാറ്റാൻ മുഖം മൂടി അഴിഞ്ഞു മാറാൻ അവസാനം വരെയും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അല്ല, അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ വേണം പലപ്പോഴും ഇപ്പോഴുള്ള കാലത്ത് അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് നമുക്ക് സസ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പുതിയ കാലത്തെ ഒരു അപസർപ്പക വിഭാഗത്തിൽ പറയുകയാണ്. നമ്മൾ പഴയ കാല ഒരു സങ്കല്പമാണ് ഇപ്പോൾ ഒരു സസ്പെൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും. ഏറ്റവും അവസാനം പിന്നെ നമ്മൾ പിന്നെ അതിന് ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ത്രെഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇതിനെ അതിസൂക്ഷ്മമായ ഒരു സസ്പെൻസിലേക്ക് കൊണ്ടുവരാൻ മട്ടിലുള്ള ക്യാരക്ടേഴ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇത് ആർക്കും കമ്മിറ്റ് ചെയ്യാവുന്ന ഒരു ക്രൈമാണ്. ഇപ്പം ഞാൻ പറയാം, ഉദാഹരണത്തിന് അപ്പം ആർക്കെങ്കിലുമൊക്കെ എഴുതാവുന്നൊരു സംഗതിയാണല്ലോ ഇപ്പം അന്വേഷണത്തിലിരിക്കുന്ന തിരുവനന്തപുരത്തെ പിന്നെ കൊട്ടാരത്തിൽ നടന്ന ഈ 2 കോടി രൂപയുടെ മോഷണം. അവിടെ കുറേ രാജകുടുംബാംഗങ്ങൾ സന്ദർശകർക്ക് വലിയ വലിയ ആൾക്കാരാണ്. അവരെയൊക്കെ എങ്ങനെയാണ് ചെന്ന് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അവരുടെ ഈ ചോദ്യം ഇത് ചെയ്യുന്ന വലിയ സംഗതികളാണ്. മൊഴിയെടുക്കുക, ചോദ്യം ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല. എന്താണ് അപ്പോൾ അങ്ങനെ പറയുന്നൊരു സംഗതി. അപ്പം നമ്മൾ അതിൻ്റെ അകത്തൊരു സസ്പെൻസ് ഉണ്ട്, അതിനൊരു സസ്പെൻസ് ഉണ്ട്. എന്താണ്, ആരാണ് ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിട്ട് ഇത് സാധനം ചെയ്തതെന്നുള്ള സസ്പെൻസ് ഉണ്ട്. അങ്ങനെ നമ്മളുടെ കഥാഗതിയെ സൂചിപ്പിക്കുന്ന കാര്യം ഏതാണെന്ന് നോക്കിയിട്ടേ നമ്മൾ സസ്പെൻസിന് നമ്മൾ ഉറച്ചു നിൽക്കണോ വേണ്ടത്. ഒന്ന് ആദ്യ ഇതിൽ തന്നെ ഇന്ന ആളാണ് ഇത് ചെയ്തത്, എന്തിന് ചെയ്തു എന്ന് മോട്ടീവിന് മാത്രം അന്വേഷിച്ച് പോകുന്ന തരത്തിലുള്ള കുറ്റാന്വേഷണ സാധനങ്ങൾ ഒരുപാടുണ്ട്. വലിയ എന്തിനാണ് ഇത് ചെയ്തു എന്നുള്ള സാധനം, അയാൾ ഉപയോഗിച്ച രീതികൾ എന്തൊക്കെയാണ്,
എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള ഉള്ളത്. എൻ്റെ സുഹൃത്തായിരുന്ന ബി മുരളി, അദ്ദേഹം കഥകൾ മാത്രമേ അധികം എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം ഒരു ചെറിയ ഒരു പുസ്തകം മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. ഒരു നിൻ്റെ ചോരയിലെ വീഞ്ഞ് എന്ന് പറഞ്ഞ DC ബുക്സ് ഇറക്കിയിട്ടുള്ള ഒരു കഥ. വളരെ ചെറിയ ഒരു കഥയുടെ അത്രയും ഉള്ളൂ. അവസാനം എൻ്റെ ഓർമ്മയിൽ എന്ന് വെച്ചാൽ ഈ അപസർപ്പകന് പിന്നെ അവസാനം പിന്നെ വിഷം കൊടുത്ത് കൊല്ലുന്നതാണ്. അപസർപ്പകനെ അവസാനത്തെ സാധനം നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല. നമ്മൾ ഭയങ്കര വിചിത്രമായ അല്ലെങ്കിൽ വലിയ മനുഷ്യനാണല്ലോ ഈ അപസർപ്പകൻ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ വളരെ അന്തം വിട്ടുപോയ അല്ലെങ്കിൽ പിന്നെ ഇത് രസകരമായി തോന്നി. അതിന് മുരളിയെ സംബന്ധിച്ച് ഇനി പിന്നെ കുറേ അപസർപ്പകൻ നോവൽ എഴുതാനൊന്നും മുരളിക്ക് ഒരു പ്ലാനുമില്ല, ആ എഴുത്തുകാരനെ തോന്നുന്നത്. അപ്പം മുരളിയുടെ സത്യസന്ധത എന്ന് പറയുന്നൊരു സാധനം ഇവിടെ തീരണം. ഈ സാധനം അപസർപ്പകനെ അപ്പം തന്നെ ഇതിൻ്റെ എൻഡിങ് നമ്മൾ വിശ്വസിക്കത്തേയില്ല. ഇപ്പോൾ സസ്പെൻസ് എന്ന് പറയുന്നൊരു സാധനത്തിനെ നമുക്ക് അങ്ങനെ പോലും സമീപിക്കാം. അതിൻ്റെ കോറായിട്ടുള്ള സാധനത്തിനെ തന്നെ ഇത് അമ്പിളിമോൾ തിരോധാനത്തിൽ നായകൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടാണ് അതിൻ്റെ പിന്നെ എൻഡ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചാപ്റ്ററുണ്ട്. അതിൽ ഇതിനെ മൊത്തം പിന്നെ തിരുത്തി എഴുതാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്ഥാനത്ത് നമ്മൾ ആശ്വസിച്ചിരിക്കുന്ന വായനക്കാരനെ തിരുത്തി എഴുതുന്നൊരു ചാപ്റ്ററും കൂടെ എഴുതി. അതിനെ കംപ്ലീറ്റ് തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് വേണ്ടി എഴുതി ചേർക്കാം. നിങ്ങളീ കണ്ടതും സസ്പെൻസും ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സസ്പെൻസിനെ തന്നെ നമുക്ക് പല മട്ടിൽ മാറി ഇത് ചെയ്യുകയൊക്കെ ചെയ്താൽ, പക്ഷേ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ജീവിതമായിട്ട് ഇതാണല്ലോ. ഇത് ഏച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സംഗതി അല്ലല്ലോ. അത് ജെനുവിനായിട്ട് അങ്ങനെ സംഭവിക്കാമല്ലോ. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ മജീഷ്യൻ ചെയ്യുന്ന കണക്കാ നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്. ഇയാൾ വലിയ ഈ നായകൻ നല്ല മനുഷ്യനായിരുന്നല്ലോ എന്ന് നമ്മൾ ചോദിപ്പിക്കുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അല്ല, നായകനല്ല അത് ചെയ്തത്, വേറൊരാളാണ്. പക്ഷെ നായകൻ ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിനേക്കാൾ ഭയാനകമായ വേറൊരു സാധനം നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ ഓണറിനെയൊക്കെ നമുക്ക് മാറ്റി എഴുതുകയും തിരുത്തി എഴുതാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഇതൊക്കെ വിജയമാവണമെന്നോ കണ്ടെന്നല്ല, ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് ആ ശ്രമത്തിൽ തോന്നുന്ന പുതുമകളാണ് അതിൻ്റെ വിജയവും. ആ പുതുമ ഒക്കെ ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വായനക്കാരൻ ആ റൈറ്ററുടെ പരാജയമാണ്. അത് ഏറ്റവും പരാജിതനാൻ സാധ്യതയുള്ള ഒരാൾ അപസർപ്പകനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ അപസർപ്പക പുസ്തകങ്ങൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ ആദ്യം വേണ്ട ഒരു മുന്നറിവിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ഫോറൻസിക് രീതികൾ എന്തൊക്കെയാണ്, പോലീസിൻ്റെ നടപടികൾ എന്തൊക്കെയാണ്, കുറ്റാന്വേഷണത്തിൻ്റെ ഒരു രീതികൾ എന്തൊക്കെയാണ്, ഇത് മുൻകൂട്ടി പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? കേരളത്തിൽ ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയ കാലം മുതലുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാലം മുമ്പൊക്കെ ഉള്ളതോ ആയ അപ്പം ഇതിൻ്റെ കട്ടിങ് ഞാൻ ബേസിക്കലി ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞൊരു 10-30 വർഷത്തെ കേരളത്തിലെ ഒരു ക്രൈം ഹിസ്റ്ററികളെയൊക്കെ കുറച്ച് ഡേറ്റ, ഞാൻ അത്രയും ഭയങ്കര പ്രൊഫഷണലൊന്നും അല്ല എങ്കിൽ പോലും ഇടവിട്ടിട്ടാണെങ്കിൽ പോലും ഒരു ഡേറ്റ അത്യാവശ്യം വളരെ വിചിത്രമായ കേരളത്തിൽ നടന്നുള്ള കേസുകളുടെ കേസെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അടിച്ചു നോക്കിയാൽ പേപ്പറിൽ കിട്ടുന്ന തരത്തിലുള്ള സംഗതിയാണ്. എനിക്ക് ഭയങ്കര വിചിത്രമോ അല്ലെങ്കിൽ ഡിഫറൻ്റ് എന്ന് തോന്നിയിട്ടുള്ള കഥകളുടെയോ സാധനങ്ങളുടെയോ ഒരു ഡേറ്റ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ഇതാണ്. ഞാൻ ജോലിയിൽ കയറിയതിന് മുമ്പുള്ളൊരു 10-15 വർഷത്തിന് ശേഷമുള്ള ലൈബ്രറി, ഈ പറഞ്ഞ പഴയ പത്ര ലൈബ്രറികളിൽ ഞാൻ പോയി നിന്ന് എക്സ്റ്റെൻസീവായിട്ട് പോയി, ഈ പബ്ലിക് ലൈബ്രറിയിലുമൊക്കെ ഞാൻ പോയി അങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻസീവായിട്ട് ഞാൻ പോയി ഇത് ചെയ്തിട്ടുള്ള ചില റിസർച്ചസ് ഉണ്ട്. ഇപ്പം ചെയ്തതല്ല, എൻ്റെ ചെറുപ്പത്തിൽ 10-20 വയസ്സുള്ള. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ മുറിയിലൊക്കെ ഞാൻ പല സാധനങ്ങൾ ക്ലിപ്പ് ചെയ്ത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റാതെ പൊടിയടിച്ച് കിടക്കുന്നതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ മലയാളിയായ ഒരാൾ നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്തതാണ്. അല്ല, എനിക്ക് ഇതിനോടും ബ്രിട്ടനിൽ നടന്ന ഒരു കേസിൻ്റെ ഒരു സാധനം എടുത്തിട്ട് ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. എൻ്റെ ഇപ്പം ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇവിടെ വന്ന് ഒരു ചായ കൊണ്ടുവരാനായിട്ട് നമുക്ക് തരുന്ന ഒരാളോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയ ഒരാളോ, അപ്പോൾ നമ്മളുടെ ഒരാളുടെ ചേഷ്ടയോ ഒരു ഫോണിൻ്റെ ഒരു അംശമോ വഴി ഒരു ക്രൈം എവിടെയാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് പുല്ലറുത്തോണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയൊക്കെയുള്ള എന്ത് ജോലിയും ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരനായ ഒരാൾ, ഒരു സമൂഹത്തിലായ പൊരുതില്ലാത്ത ഒരാൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സയൻറ്റിഫിക്കായുള്ള ലോകത്ത്, ടെക്നിക്കലായിട്ടുള്ള ലോകത്ത് ഒരു ടൂള് ഉപയോഗിക്കാതെ ട്രൂ ബൈ ഇൻസ്റ്റിങ്ക്റ്റ് മാത്രം വെച്ചുകൊണ്ട് അയാളുടെ ക്രൈം പ്ലോട്ടിൽ അയാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്ലോട്ടിൽ നിന്നുകൊണ്ട് അയാൾ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. 900-കളിൽ പോലും ഈ പ്രഭാകരന് പറയുന്ന പ്രസക്തിയുണ്ട്.
2100 വേണമെങ്കിലും അയാൾക്ക് പ്രസക്തിയുണ്ട്. അയാൾക്കിത് ടൂൾസ് ഒന്നും അയാളെ സംബന്ധിച്ച് പ്രശ്നമല്ല. അയാൾ മൊബൈൽ തന്നെ മറ്റേ ഇതുള്ളൊരു മൊബൈൽ പോലെ അല്ല അയാൾ ഉപയോഗിക്കുന്നത് തന്നെ. അത് തന്നെ സാറിന് കൊണ്ടു നടക്കാറില്ല, അയാളെ ആരും വിളിക്കാറില്ല, അയാളെ ഇത് ചെയ്യാറില്ല. അങ്ങനെ പോകുന്ന ആളോട് രസമുണ്ട്. നമ്മളിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു 3 മണിക്കൂർ എന്നെ ആരും വിളിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഓഫ് ചെയ്തിടാനും വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിൽ പ്ലംബിങ്ങിനുള്ളവനോ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞ് വിളിക്കാനുള്ളവനെങ്ങാനും എന്തെങ്കിലും സാധനന്മാരാണെന്ന് വിളിച്ച് അല്ല OTP എല്ലാം ചേരാനായിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പേടികളിലാണല്ലോ നമ്മളിപ്പം നിൽക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത ആളിൽ എനിക്ക് തോന്നിയ ഒരു രസമാണ് അത് ആ കഥാപാത്രത്തിലുള്ള. അപ്പം അങ്ങനെ എൻ്റെ പരിസരത്തു നിന്നുള്ളൊരു സാധനമായിരിക്കണം. അതാണ് എൻ്റെ രസം. ഞാൻ ജീവിച്ച കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നടന്നു പോയ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ക്രൈമിനെ സംബന്ധിച്ച് എഴുതാൻ പറ്റുന്നത്. ഇപ്പം ഞാനിപ്പം കഞ്ചാവ് തോട്ടത്തിലെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എഴുതിയിട്ടുണ്ട്. അത് അപസർപ്പകമൊന്നുമല്ല, പക്ഷേ ജീവിതമാണ്. ജീവിതത്തിൻ്റെ അകത്ത് ഒരു പയ്യൻ ഈ കഞ്ചാവ് കൃഷി നടത്താനായിട്ട് ഇവിടുന്ന് ഒറീസയിൽ പോയി ഈ കൃഷി നടത്തി തിരിച്ചു വരുമ്പോൾ അവനുണ്ടാകുന്ന അത്ഭുതകരമായ ജീവിതാവസ്ഥകളെ കുറിച്ചായിട്ടാണ് പറയുന്നത്. അത് നമ്മൾ അപസർപ്പകം എന്നുള്ള റോണറിലൊന്നുമല്ല എഴുതി. പക്ഷേ അയാളൊരു കുറ്റത്തിന് പ്രതിയാണ് ഇയാൾ അവിടെ പോയിരിക്കുന്നത്. അയാൾ പറയുകയാണ് അവിടെയുള്ള ഒറീസയിലുള്ള ആദിവാസികൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ കൃഷി ചെയ്യുന്നത് മൊത്തം മലയാളികളും അതിൻ്റെ ഉടമസ്ഥന്മാരും വല്ലതും എല്ലാം ഇവരാണ് എന്ന് പറയുന്നൊരു സാധനം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ ഇവർ ചിന്തിക്കുന്നതിൻ്റെ പുറകെ പോയി ചിന്തിക്കുന്നു. ഈ മരം വെട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞതുപോലെ ഇപ്പം ചന്ദനം കൊള്ളക്കാരന്മാരെ കൂടെ നമ്മൾ പോയി ഇത് ചെയ്യുന്നു. എന്താണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി, അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ അവരോട് പങ്കെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പങ്കെടുക്കാൻ എല്ലാത്തിനും പറ്റത്തില്ലെങ്കിലും നമ്മൾ അവരെ കുറച്ചും കൂടെ ക്ലോസായി ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ട് വേറൊരു പെർസ്പെക്റ്റീവ് ഇതുവരെ അങ്ങനെ നറേറ്റീവ് വന്നിട്ടില്ല. ആ നറേറ്റീവ് വരാത്ത ഒരു സബ്ജക്റ്റിൻ്റെ പുറകെ നമ്മൾ സഞ്ചരിക്കാനായി നമ്മൾ ശ്രമിക്കുന്നു എന്നൊരു പുതുമ എനിക്ക് ബേസിക്കലി ആദ്യം കിട്ടുന്നു. അപ്പം ഞാൻ കൊച്ചി പോലുള്ള സ്ഥലത്ത് ഒരു 10-12 വർഷം മുമ്പ് കഞ്ചാവ് ബേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഇതിനെ പഠിക്കാനായി പോകുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ഞാൻ പോയി ഇത് പഠിക്കാനായിട്ട് അവരുടെ ഇത് ചെയ്ത് പോയി. ഞാനത് പുസ്തകമായിട്ടില്ല, ഞാനത് ഒരു പുസ്തകത്തിൻ്റെ ചേർക്കുന്നുണ്ടത്. ഞാനൊരു വലിയ നെറേറ്റീവ് മനോരമയുടെ വാർഷിക പതിപ്പിൽ എഴുതി. എൻ്റെ സ്വന്തം പേരിലല്ലാതെ തന്നെ ഞാൻ സ്വന്തം ലേഖനം എന്നുള്ള പേരിൽ എഴുതി കഞ്ചാവ് ബേക്കിംഗ് എന്നുള്ള പേര്. അപ്പം അങ്ങനെ നമ്മൾ സമാന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് പിടിക്കണം. എല്ലാം എഴുതി വയ്ക്കാനും മാത്രമല്ല, അങ്ങനെ എഴുതി വെക്കാത്ത എന്തെല്ലാം തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ട്. ഈ ഇതിൽ എഴുതി വെക്കാൻ ഇനിയും കിടക്കുന്നേ റേഞ്ചറിൻ്റെ ലൈഫ് ഈ പറഞ്ഞ പോലുള്ള. അപ്പം അങ്ങനെ പോകുന്ന ഇതുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ എഴുതി വയ്ക്കുക എന്നുള്ളതല്ല. ബേസിക്കലി നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ റൈറ്റർ എന്നുള്ളത്, നിങ്ങൾ വായനക്കാർ നിങ്ങളെ വായിച്ചെന്നിരിക്കുക, നിങ്ങൾ പരാജയപ്പെട്ട റൈറ്ററായിരിക്കാം, നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം, ഭാവിയിൽ നിങ്ങൾ എഴുത്തുകാരൊക്കെ ആയി മാറുന്നുണ്ട്. പക്ഷേ ആ പ്രോസസ്സ് എനിക്ക് ഒരു സാധനം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, ഞാൻ അനുഭവിച്ചു. പിന്നെ നിങ്ങൾ എൻ്റെ രസം പങ്കുവയ്ക്കാനായി വരുന്നതിൽ ഒരു പങ്ക് ആൾക്കാർ മാത്രം കുറച്ച് പേരെ ഉണ്ടായിരുന്നു മതി. പക്ഷെ അവർ ജെനുവിൻ റീഡേഴ്സാണ്. എനിക്ക് ഉള്ള ഒരുപടി റീഡേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് കുറച്ച് പേരുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ രസത്തിനെ പിൻപറ്റാനായിട്ട് വന്നിട്ടുള്ളവരാണ്. അത് ഇഷ്ടപ്പെടാത്തവർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. അവർക്ക് ഉപേക്ഷിച്ച് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ. അപ്പോൾ അതല്ലാതെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് വന്ന് വായനയിലേക്ക് കടത്തേണ്ടതായ സംഗതികൾ ഇല്ല എന്നുള്ള പക്ഷത്തുനിന്ന് വരുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ എന്നെ പ്രതിയാണ് പ്രധാനമായിട്ടും എഴുതുന്നത്. അതിൽ അപസർപ്പക നോവൽ വിഭാഗത്തിലേക്കാണ് ചില സാധനങ്ങൾ ഉണ്ടാകുന്നുള്ളത്. അതിൻ്റെ പിൻപറ്റിയുള്ള യാത്ര അത്രയധികം രസകരമായിട്ടാണ് ഈ അപസർപ്പക ഡോണറുകളിലും നമ്മൾ ചിലത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് ഞാൻ കൈവിടത്തില്ല. അപസർപ്പക ഡോണർ അല്ലെങ്കിൽ അന്വേഷണം ക്രൈം അതിൻ്റെ ഇൻവോൾവായി വരുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ കള്ളൻ്റെ ആത്മകഥയൊക്കെ ഞാൻ എഴുതിയതുമൊക്കെ അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടോ ഒക്കെയാണ്. പിന്നീട് അതിൻ്റെ പല തുടർച്ചകൾ അതിലുണ്ടായതും അങ്ങനെയാണ്. പക്ഷേ ഗൗരവതരമായ റൈറ്റിംഗാണ് അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത്. അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് എക്കാലത്തേക്കും ഗൗരവതരമായ
പിന്നെ എഴുത്ത് തന്നെ ആയിരിക്കും അത്. അതിൻ്റെ മേലിൽ മാത്രമേ നമ്മൾ ഈ ഡോണറിൻ്റെ ഛായയോ ഈ ഡോണറോ അതിലുണ്ടാകത്തുള്ളൂ. അപസർപ്പ കൃതികളിൽ തന്നെ 2 കൃതികളൊന്നെടുത്ത് അതിലെ കുറച്ച് സാധാരണ അപസർപ്പ കൃതികളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ. അതായത് ഒന്ന് അമ്പിളിമോൾ തിരോധാനം, സ്കാവഞ്ചർ. രണ്ടിലും ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ അപസർപ്പ കൃതികളിലെല്ലാം അതിൻ്റെ ഒരു പ്ലോട്ടിലോട്ട് അല്ലെങ്കിൽ ആ ഒരു തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കുറേ പേജുകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു കോർ കണ്ടന്റിലേക്കോ അല്ലെങ്കിൽ നമുക്കതിലൊരു മൂഡിലേക്കോ ഒക്കെ വരുന്നത്. പക്ഷേ ഈ കൃതികളിലെല്ലാം ഇപ്പം അമ്പിളിമോൾ തിരോധാനത്തിലാണെങ്കിൽ തുടങ്ങുന്നത് രാത്രി ട്രിവാൻഡ്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ടും അതിലേക്ക് അങ്ങ് കൊണ്ടുവരിക. സ്കാവഞ്ചറിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മൃഗശാലയ്ക്ക് കടന്നു വരുന്ന ആൾ അവിടെ തുടങ്ങുകയാണ്. അവിടെ മുതൽ നമ്മൾ ആ ഒരു മൂഡിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ട്രിവാൻഡ്രം ക്ലബ്ബോ മൃഗശാലയോ അറിയാവുന്നവർ അവിടെ തൊട്ട് കഥയിൽ ഫുള്ളി എൻഗേജ്ഡ് ആവുകയാണ്. മാത്രമല്ല സാധാരണ അപസർപ്പ കഥകളല്ല ഒരു 300-350 പേജിലേക്കായിട്ട് വലിയ പുസ്തകങ്ങളായിരിക്കും. കാരണം ഈ വിശദീകരണങ്ങളും മറ്റും എല്ലാം വരുമ്പോൾ അമ്പിളിമോൾ തിരോധാനം വളരെ ചെറിയ പുസ്തകമാണ്. അതിലെ ചില പിന്നെ ചാപ്റ്ററുകളൊക്കെ 6 വരികളൊക്കെ മാത്രമേ ഉള്ളൂ. സ്കാവഞ്ചറും അതുപോലെ തന്നെ വളരെ ചെറിയ ചാപ്റ്ററുകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സാധാരണ ഈ കണ്ടുവരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതികൾ എടുത്ത് പ്രയോഗിക്കാനുള്ള ആ ഒരു അതെന്തായിരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ എത്രത്തോളം സക്സസ് ആയി, അത് എന്നെ പൂർണ്ണമായിട്ടും എന്നിലെ വായനക്കാരനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയ സംഗതികളായിരുന്നു അതെല്ലാം. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ട്രഡീഷണൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ച് സക്സസ് ആക്കി എടുക്കുന്നത്? ഞാൻ അതിൻ്റെ അകത്ത് 1-2 സാധനം പറഞ്ഞു. ഞാൻ ഈ വളരെ ഗൗരവ സാഹിത്യത്തിൻ്റെ ആരാധകനും വളരെ ഡിസ്ക്രിപ്റ്റീവായി ഒരു ചെറിയ സംഗതികളെ വളരെ വിപുലമായ ആഴത്തിലും അതിൻ്റെ വൈപുല്യത്തിലും വിശദീകരിക്കുന്നതിനെയൊക്കെ വളരെ താല്പര്യത്തോടെ കാണുകയും അങ്ങനൊരു ഭയങ്കര ക്ലാസിക്കൽ ചോയുള്ള പുസ്തകങ്ങൾ ഞാനിരുന്ന് വായിക്കുകയൊക്കെ ശ്രമിക്കാൻ ചെയ്യാറുള്ള, എനിക്ക് ബഹുമാനം തോന്നുന്ന പല റൈറ്റേഴ്സും വരുന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നൊരു സാധനം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഈഗോയോ ഒരു സംഗതികളോ ഈ ഒരേ കാര്യത്തിനെ സംബന്ധിച്ച് നിസ്സാരമായ ചില സംഗതികളെക്കുറിച്ച് 4 പേജ് 4.5 പേജ് പക്ഷെ വിശദീകരിച്ച് വന്നിട്ട് ഈ സാധനം ഇത് പറയുന്നതിനോടൊപ്പം എനിക്ക് എൻ്റെ ജീവിതം അത്രയും ഹ്രസ്വമാണെന്ന് കരുതുന്ന ഒരാളും ഞാൻ പറഞ്ഞ കണക്കുള്ള എൻ്റെ കയ്യിൽ ഇങ്ങനെ ഐഡിയാസ് എനിക്ക് തോന്നുന്ന ഐഡിയാസ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് അത്രയും ഇതിലേക്ക് പോകാനുള്ള ക്ഷമ എനിക്കില്ല. എന്നിരിക്കെ ഞാനിത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഗൗരവ ഇതിനെയും അതിനെ ഒരു പരമ്പരാഗതമായ രീതിയിലൊക്കെ ഇന്നിരിക്കുകയും, പക്ഷേ എനിക്കത് ക്ഷമയില്ലാതിരിക്കുകയും ചെയ്യുന്നിരിക്കെ എഴുതാനായിട്ടാണ് അത് ഒരു വലിയ യാതനയാണ്. എന്നിരിക്കെ ഞാൻ പിന്നെ അതിനെ സത്യസന്ധമല്ല എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒന്ന്, പുതിയ കാലത്തിൽ പുതിയ റീഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിനെയൊക്കെ ഭാവന അവർക്കുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു നോവൽ ഇത് ചെയ്യുന്നു, നമ്മളൊരു ജീവിത അവസ്ഥയിൽ ഒരു ജീവിത സന്ധിയിൽ നിൽക്കുന്നു എന്നൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് നമ്മളെല്ലാം കാണുന്നില്ലല്ലോ. ജീവിതത്തിൻ്റെ കാണുന്നില്ല. നമ്മളിവിടെ ഇപ്പം പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് നമ്മൾ പറയുന്നു, നമ്മൾ കണ്ടില്ല, ഇന്ന ആളാണ് അതിന് ഇൻവോൾവായി, നമ്മൾ അയലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ പോകുന്ന നമ്മളെല്ലാം കണ്ടിട്ടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം എന്താ വെച്ചാൽ ഗ്യാപ്സ് ഉണ്ട്. ഈ ഗ്യാപ്പിന് നമ്മൾ ഫില്ല് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇംഗ്ലീഷിൻ്റെ ഇതിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ചില വാക്കുകൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മൊത്തം വായിച്ചു നോക്കുമെന്ന് പറയുന്നത്, ചില വാക്കുകൾ ഉപേക്ഷിച്ചാലും നമ്മൾ റീഡ് ചെയ്ത് പോകുന്നത്. അതാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അതിനെ ഈ 150 പേജുള്ള ഒരു എലിമെൻറ്റിനെ 500 പേജാക്കി വിപുലപ്പെടുത്താനും അതിന് വെച്ചിട്ടുള്ള ഭാവന ശക്തിയും ഇതുമൊക്കെ റീഡേഴ്സുണ്ട്. ഞാനിത് ഒരു വേർഷനാണ് പറയുന്നത്, അതല്ലാതെ നിങ്ങൾക്ക് എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ഭയങ്കരമായ കുറ്റബോധം പിന്നീട് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഇത്രയും പൈസ ചിലവാക്കിയ ആൾക്കാർ പുസ്തകം വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ട് ആവർത്തനം അതിഭയങ്കരമായ ഭയമാണ്. ആവർത്തനത്തിന് അതിൻ്റെതായ രസമുണ്ട് എന്ന് പറയുന്ന സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കാര്യം പറഞ്ഞു മടങ്ങുക എന്നുള്ളത് എനിക്ക് ഏറ്റവും പിന്നെ ഞാൻ രാഹുൽ ദ്രാവിഡിൻ്റെ ബാറ്റിംഗ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. എൻ്റെ മൂഡ് അതാണെങ്കിൽ. പക്ഷേ സെവാഗിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മാത്രമല്ല, അയാൾ എന്നെ മെനക്കെടുത്താറില്ല. അയാൾ അടിച്ച് ചെയ്ത് ഓക്കെ, ആദ്യത്തെ പോയി, അത് നോവലത് വിചാരിച്ച കണക്ക് പറ്റിയില്ല, ഓക്കെ, എന്നാലും അയാളുടെ 1 മണിക്കൂറേ ഞാൻ കളഞ്ഞുള്ളൂ.
അയാളുടെ ആയുസ്, എൻ്റെ ആയുസുള്ള 1 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതപ്പം അന്നിരിക്കെ ഇത് അത്രയേ പോയുള്ളൂ. ഇത് 450 പേജ് വായിച്ചിട്ട് ട്രാഷായിരുന്നു എന്നൊക്കെ, എത്രയും ഗൗരവതരമാണെങ്കിൽ ട്രാഷായിരുന്നു ഒരാളെ ഫീൽ ചെയ്ത് അയാൾക്കുണ്ടാവുന്ന അത്രയും വൈരാഗ്യ ബുദ്ധിയും അയാൾക്ക് എൻ്റെ അടുത്ത് തോന്നത്തില്ല റീഡർക്ക്. പിന്നെ ഇതൊരു രസമാണ് ഇങ്ങനെ കഥ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നു. പക്ഷേ എഴുത്തെളുപ്പമുള്ള കാര്യമല്ല. വളരെ സൂക്ഷ്മമായ ചെറിയ വാചകങ്ങളിൽ ആവശ്യമില്ലാത്ത ഇതെല്ലാം ഉപേക്ഷിച്ച് വേണം. ആവശ്യമില്ലാത്ത സാഹിത്യമൊക്കെ വരുമല്ലോ നമുക്ക്. ഈ ഭാഷ എന്ന ടൂള് നമ്മൾ ഇത്രയും ഉപയോഗിച്ചുണ്ട്. സത്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു നിരൂപണം എഴുതുകയാണ്, ഒരു മനുഷ്യന് മനസ്സിലാവാത്തൊരു നിരൂപണം എഴുതാൻ എളുപ്പമാണ്. കാര്യം ഇത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ഈ കോംപ്ലക്സ് സെൻറ്റൻസ് ലഘുവാക്കണമെന്നും സിംപ്ലിഫൈഡ് ആക്കണമെന്നും നിങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഗ്രാഹ്യവും നിങ്ങളുടെ ഇതുമെല്ലാം ഈ മനസ്സിലാക്കൽ ഇല്ലായ്മയിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ പണി തീർക്കാം. ഇനി എത്ര മനസ്സിലാക്കിയാൽ മതി. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തോ അബദ്ധവശാൽ ഒരു പുസ്തകശാലയിൽ കയറിയിട്ട് ഒരു സാധനം വായിച്ചു കഴിഞ്ഞാൽ അക്ഷരം ഒന്ന് വായിച്ച് തപ്പി എന്താ സംഗതി എന്ന് മനസ്സിലാക്കി എടുത്ത് പോകാനുള്ള ഒരു സംഗതി വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും കൂടെ കൊണ്ടാണ് ഇപ്പോൾ എഴുതിയിരുന്നത്. മാറുമോ മാറത്തില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ഞാനത് എൻ്റെ ജോലി മാത്രം ചെയ്തിട്ട് പിൻവാങ്ങുകയാണ്. ബാക്കി റീഡേഴ്സ് അതിലേക്ക് വേണ്ടിയുള്ള എസൻസും ഇതുമൊക്കെ ഇട്ടട്ടെ എന്നുള്ളതാണ്. അപസർപ്പകം എന്ന് പറയുന്ന രചനാസങ്കേതം അതൊരു പോപ്പുലർ ഫിക്ഷനിൽ കൂടി ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ സാഹിത്യം പഠിച്ച ആളാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്. പക്ഷെ ഞാൻ അത്രയും കൊല്ലം 5 വർഷം ഞാൻ സാഹിത്യം പഠിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ബാക്കി എല്ലാ രചനാസങ്കേതങ്ങളും നമ്മൾ പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും ഇപ്പോഴും അക്കാദമിക് സർക്കിളിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പോപ്പുലർ ഫിക്ഷൻ. അതിൽ തന്നെ ഈ ഡിക്റ്റേറ്റീവ് നോവലുകൾ അല്ലെങ്കിൽ ഈ അപസർപ്പകം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കോളേജിലൊക്കെ പ്രോജക്റ്റ് ഡെസർട്ടേഷൻ ഒക്കെ ഇത് വരുന്നുമുണ്ട്, അത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ പാഠ്യപദ്ധതികളിൽ അത് ഉൾപ്പെടുത്താൻ എന്തോ വലിയൊരു മടിയുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു അക്കാദമിക് സമൂഹം ഇപ്പോഴും നിലവിലുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 10-20 വർഷം മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പേപ്പറിൽ ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട്. മാന്ത്രിക നോവൽ ശാഖയിൽ മലയാളത്തിന് മാത്രമായ കയ്യൊപ്പുള്ള ഒരുപാട് പുസ്തകങ്ങളും ഇതുമൊക്കെ ഉണ്ട്. ഇപ്പം കൃഷ്ണപരന്ത് പോലുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയ ഒരു വൈകാരിക വ്യാപ്തിയും നമ്മളുടെ ഉണ്ടാക്കിയ വ്യത്യാസങ്ങളും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു. നമ്മൾ ഈ സിനിമയിലേക്ക് പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബുദ്ധിജീവി ഈ സംഗതികളില്ല, ഈ അക്കാഡമിക സാധനങ്ങൾ പലപ്പോഴും ഇല്ല. എനിക്കൊന്നും എന്തുകൊണ്ടാണെന്ന് വളരെ മനസ്സിലാവുന്നില്ല. എന്ന് പറയുന്നത് അതിനൊരു പോപ്പുലർ സാധനത്തിന് ഉണ്ടാകുന്ന അത് കുറച്ചൊക്കെ കുറച്ച് റിയലിസത്തിനൊക്കെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന് വലിയ പ്രാമുഖ്യം ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് ഈ റിയലിസ്റ്റിക് അല്ലാത്തത് കൊണ്ടും നമ്മൾ ഏച്ചുകെട്ട് വളരെ കൂടുതലും ഉള്ള ശാഖയാണ് ഇതെന്നുള്ളത് കൊണ്ടായിരിക്കണം പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള നിങ്ങൾക്ക് അറിയാം, ഒരു കൊലപാതകം ഇത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു, ഇങ്ങനെ പോകുന്ന അതിനൊരു രീതിയുണ്ട്. ഇത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. നിങ്ങൾ എന്തെങ്കിലും സിനിമയാവാനെന്നുള്ള രീതിയിലോ അഥവാ നിങ്ങൾ ഒരു വായനക്കാരനെ അല്ലെങ്കിൽ വായനക്കാരുടെയോ ലളിതമായ വികാരങ്ങളെ എളുപ്പം എടുത്തു വെച്ച് കളിക്കാനുള്ളൊരു സാധനവും ഒരു രാത്രിയിൽ പെട്ടെന്ന് കൊണ്ട് വായിപ്പിച്ച് ദൂരെ എടുത്ത് കളയാനോ ഉള്ള അതിൻ്റെ റെവറബറേഷൻ ഒന്നും പിന്നെ അല്ല. ആരാ കൊന്നത്, അങ്ങനെയാണ് കൊന്നത്, എന്തായാലും ഇന്ന റീസൺ കൊന്നു എന്നൊന്ന് ഉപേക്ഷിക്കുന്ന ഒരു സാധനമാക്കി മാറ്റാനുള്ള ഇതാണ് കൂടുതൽ അത്തരം പുസ്തകങ്ങളിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ എങ്ങനെ ഈ തരത്തിലുള്ള റിയലിസ്റ്റിക്കായ അതിൻ്റെ തലങ്ങളിൽ തന്നെ സമീപിച്ചാൽ ഈ ഡോണർ നല്ലതായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ നിന്ന് ക്ലാസിക്കുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിപ്പം ഹൊറർ എന്ന് പറയുന്നൊരു സാധനം, ഹൊററിനെ ഇങ്ങനെയല്ലേ പെടുത്തിയിരിക്കുന്നത് മാന്ത്രിക. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇതിനേക്കാൾ എത്രയോ വലിയ ഞാൻ വായിച്ചു പോലെ വ്യക്തിപരമാണെങ്കിലും പറയാം. ഇപ്പം ഞാൻ പറയാം, ഹാരി പോട്ടറിനേക്കാൾ എത്രയോ എന്നെ ആ പ്രായത്തിൽ വായിച്ചുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും അന്ന് പി തമ്പിയുടെ കൃഷ്ണപരന്തൊക്കെ വായിച്ചപ്പോൾ ഞാൻ അതിൻ്റെ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു എന്ന് വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സംഗതികളൊക്കെയാണ്. അപ്പോൾ
അപ്പം അത് വളരെ വ്യത്യാസം. നമുക്കും ഉണ്ടാക്കാൻ പറ്റും, നമുക്കും അത്ര ഇതുണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ ശാല വേണമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. വലിയ ഗൗരവ സാഹിത്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് എപ്പോഴും വേണം. നിങ്ങൾക്ക് 4 പടിയുണ്ടെങ്കിൽ 5ാമത്തെ പടിയിലേക്ക് കയറാനായിട്ട് പറ്റൂ. മനസ്സിലായില്ല? അല്ലെങ്കിൽ വീട് കാലെടുക്കും എടുത്ത് ചാടി ഇതിൻ്റെ അകത്ത് കയറാൻ. അപ്പം അതുകൊണ്ട് എല്ലാ സംഗതികളിലേക്കും എല്ലാ ശ്രേണിയിലുള്ള റൈറ്റിംഗ് വേണം. അപ്പോൾ അതിൽ ചില ആൾക്കാരുടെ പുസ്തകങ്ങൾ നമ്മൾ വിറ്റ് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് മേൾ ശ്രേണിയിലുള്ളവരെ അസ്വസ്ഥപ്പെടുകയല്ല വേണ്ടത്. അവർ ചില ആൾക്കാർ നടന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ അപസർപ്പക നോവൽ ഇതുപോലുള്ള കുറുക്ക് വഴിയായിട്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അതിനിങ്ങനെ ഒരു പേരുദോഷം കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിയർ നേരത്തെ പറഞ്ഞു മറ്റേ മൊബൈൽ ഫോൺ, അതുപോലെ CCTV. അപ്പം ഈ 2 സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ ടെക്നോളജി, ഈ 2 സാധനങ്ങൾ കണ്ടന്റിനെ ശരിക്കും കുറയ്ക്കുന്നുണ്ടോ? കണ്ടന്റ് അപസർപ്പക ഇതുമായിട്ട് അതെ, ബന്ധപ്പെട്ട് അപസർപ്പകവുമായി ബന്ധപ്പെട്ട്. കാര്യം ഏത് കാര്യവും ഒരാളുടെ മൊബൈൽ ഫോൺ എടുത്താൽ അയാളുടെ ലൊക്കേഷൻ അറിയാൻ അതെ അതെ അതെ. ഇന്നത്തെ കാലത്ത് അപസർപ്പക നോവൽ എഴുതുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായ കാര്യമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിനെ ടെക്നോളജിയെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സംഗതി വായിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചോദിക്കും, അതെന്താ അവിടെ CCTV ക്യാമറ ഇല്ലായിരുന്നു, അവിടെ എന്താ ടവർ ഇയാൾ കണ്ടുപിടിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിന് ഫോറൻസിക് മാർഗം വഴി ഇന്ന മാർഗത്തിലൂടെ എളുപ്പത്തിൽ അതിലേക്ക് എത്താമായിരുന്നല്ലോ, പിന്നീട് എന്തിനാണ് ഇയാൾ ആ ഒരു ചോദ്യം എവിടെ വരുന്നു അവിടെ ഇത് അസ്തമിക്കുക. അവിടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജീവിതാവസ്ഥയുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടാനായിട്ട് നമ്മളിപ്പം സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് ഞാൻ ജീവിതാവസ്ഥ വെച്ചാൽ അടിമത്തം ഇപ്പോഴും നിലനിൽക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞ ഗൗരവ ബുദ്ധിയാലുള്ള സാധനത്തിനെ ഇതിൻ്റെ പുറത്ത് ഈ ടൂൾ ഒരു കൊലപാതകം അവിടെ നടക്കുന്നു, അതിലേക്ക് ലീഡ് ചെയ്യുന്നൊരു സാധനം. അത് വളരെ അത്ഭുതാവഹമായൊന്നും അല്ല ലീഡ് ചെയ്യുന്ന എലിമെൻറ്റ്സ് കൊടുക്കുക. അപ്പം എന്ന രീതിയിൽ നിങ്ങളവരെ കബളിപ്പിക്കുക എന്നുള്ള സംഗതികളിലേക്കല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം. അതല്ല ഇവിടെ നിൽക്കുന്ന വ്യവസ്ഥയോ ഇതിനുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള എലിമെൻറ്റിനെയൊക്കെ വെച്ചിട്ട് അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതാണ് ഇപ്പോൾ അപസർപ്പക നോവൽ രംഗത്ത് ഉള്ള ട്രെൻഡ്. പ്രധാനപ്പെട്ട വലിയ റൈറ്റേഴ്സ്, നൊബേൽ പ്രൈസൊക്കെ കിട്ടില്ല, വലിയ റൈറ്റേഴ്സ് പോലും അപസർപ്പക എലിമെൻസിൻ്റെ സ്ട്രക്ചറിനെയാണ് പലപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഉദ്വേഗത്തിനെ ഇതിനെയൊക്കെ ചെല്ലാനായിട്ട്. അവരിപ്പം കൊന്നതാര്, അവസ്ഥ ഇന്ന ആളാണ് എന്ന് അവസാനത്തൊന്നും ഇത് ചെയ്യുന്നില്ല. ഇന്നാളിലേക്ക് അവരുകൊണ്ട് ലീഡ് ചെയ്യിക്കുന്നൊന്നുമില്ല. ആ പറയുന്ന ആ അപസർപ്പക ജോണറിൻ്റെ ടൂൾസിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ നിങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ്. ഇയാളാണ് കൊന്നത്, മറ്റേ അങ്ങനെ സാധനം പറയുന്നില്ല. കൊന്നത് ചിലപ്പോൾ ആരും ആവാം, കൊന്നത് തന്നെ ഉണ്ടായിരിക്കില്ല. കൊല്ലപ്പെടുന്നത് നമ്മുടെ വ്യവസ്ഥിതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരവമായി. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറയുന്ന കണക്കുള്ള ടൂൾസ് എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. വായിക്കപ്പെടുക അല്ലെങ്കിൽ വായിപ്പിക്കുക എന്നത് ഏറ്റവും പ്രാഥമികമായ കാര്യം അല്ലെങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എൻ്റെ പുസ്തകം ആരും വായിക്കണ്ട എന്ന് കരുതി ഇത് ചെയ്തെന്ന് പറയുന്നവർ വളരെ തുലവും കുറവ് മാത്രം എഴുത്തുകാരാണെന്നും വളരെ കുറവ് മാത്രമാണ് പലരും എന്നുള്ളത്. അത് കൂടുതൽ പേര് ഇത് ചെയ്യുകയും അതിൻ്റെ വേർഷൻസ് കൂടുതൽ പേര് കാണുകയും ചെയ്യും. അപ്പം ഞാനിപ്പം ആലോചിക്കുന്നത് പല സാധനങ്ങളും സിനിമയായിട്ട് വരുന്നു എന്ന് പറയുമ്പം എൻ്റെ ഈ കണ്ടൻറ്റിൻ്റെ മേൽ ഒരുപാട് പ്രതിഭാശാലികളായ ആൾക്കാർ ആ കണ്ടൻറ്റിനെ കൂടുതലായിട്ട് എൻറിച്ച് ചെയ്യാനായിട്ട് പോവുക. ഞാൻ കണ്ടിട്ടില്ലാത്ത ചില കഥാപാത്രങ്ങളെ, ആ കഥയിൽ ആഴ്ന്നു കിടക്കുക, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കഥാപാത്രങ്ങളെ അവർ എടുത്ത് ലിഫ്റ്റ് ചെയ്യുകയാണ്. എന്താ ആ കഥാപാത്രത്തിനെ കൊണ്ട് നമുക്ക് ഇങ്ങനൊരു സാധ്യതയില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുക ചെയ്യുന്നത്. അതൊരു ഏകാന്തമായ പ്രോസസ്സാണ് ആർട്ട്. പക്ഷെ മറ്റതിൻ്റെ അകത്ത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് പല ചിറവുകളെ എടുത്ത് പുറത്തേക്ക് ഇടുന്നൊരു പ്രക്രിയ ഇതിനെ പിന്നെ ദൃശ്യമാക്കി മാറ്റാനുള്ള പ്രോസസ്സിൻ്റെ അകത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഗതി. അപ്പം അതിലും ഒരു പൊടി രസം ഉണ്ട്. നമ്മുടെ കണ്ടന്റ് ആവർത്തിക്കുന്നു എന്നുള്ള അരസികത്തരത്തിൻ്റെ പുറത്ത് അതിന് വേറെ ചിറവുകളും വേറെ വ്യാപ്തിയും വേറെ ബ്രാഞ്ചിങ്ങും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു പൊടി രസം അതിൻ്റെ അകത്തുണ്ട്.